നീ നേരിയാവില്ല എന്ന് വല്ല ദൈവത്തിന് മുമ്പിലും സത്യം ചെയ്തിട്ടുണ്ടോ രഘു? ഇവിടെ വല്ല മരം ചേരണ്ടല്ല കൗശലൊക്കെ ആയിട്ട് കഴിയാണ്ട് നീ നാട്ടിൽ പോകാൻ പരിപാടിയിരിക്കുക. നാരിമടലിക്കാണ്ടാ മോനെ നീ പോണത്. പോരാത്തിന് നിന്റെ അന്തം വീട്ടിലേക്ക് കുടി ഭേഷാവും. മതിയുടെ ഒരു പണ്ടാറുടങ്ങാൻ. നാട്ടിൽ നിന്ന് കണിക്കൊന്ന പോലൊരു പെണ്ണിനെയും കട്ടുകൊണ്ട് വന്ന് ഈ നാട്ടിൽ താൻ കുളം കലക്കല്ലായിരുന്നു 5-6 കൊല്ലം തല്ലും കുടിയൊക്കെ ആയിട്ട്. പൊന്നു പോലത്തെ 2 കുട്ടിയോള്. ഇനി അവറ്റകളെ കെട്ടിപ്പറക്കി നാട്ടിൽ കൊണ്ടുപോവാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. അങ്ങനെ ഒളിവ് ജീവിതം ഇന്ന് അവസാനിക്കുക. പിന്നെ പഴയതാണെങ്കിലും കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയിട്ടാ ഞാൻ എന്റെ പെണ്ണിനെയും കുട്ടികളെയും കൊണ്ടുപോകണത്. മനസ്സിലായടോ സ്വന്തം ചാക്കുണ്ണിയെ? തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇന്ന സാധനങ്ങൾ നാട്ടിലെത്തിച്ച ഇനി അല്ലാണ്ട് സ്വന്തം മണ്ണിലങ്ങനെ ജീവിക്കാൻ പോവാ. ഇപ്പോഴും നിനക്ക് ഈ ചാക്കുണ്ണി തന്നെ വേണ്ടി വന്നു. 6 കൊല്ലം മുമ്പ് തൃത്തല്ലൂര് കരുവാന്റെ എടോളിന്ന് 2നെയും രാഖി രാമാനം കടത്തിക്കൊണ്ട് പോകുന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. പിറ്റേന്ന് പോലീസുകാരൻ രാഘവന്തായാലും കല്യാണം കെട്ടാൻ ഒരുങ്ങി പിടിച്ചേ ഗുരുവായൂർ നടക്കി നിൽക്കണ നിൽപ്പ് ആലോചിക്കാൻ വയ്യ. അന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ കാണായിരുന്നു 2ന്റെയും കോലം. മരിച്ചാലും പുറക്കാത്ത മഹാദുഷ്ടനായാള്. സ്വസ്ഥമായിട്ട് ചെന്ന് താമസിക്കാൻ പോണ സ്ഥലം കൊള്ളാം. ചെല്ലേ ചെല്ലേ. പിന്നെ എന്നെ ആണെങ്കിൽ മൂക്കി വലിക്കും ഒരു പോലീസുകാരൻ്റെ ആകെ വന്നാല്. അയാള് ഭൂമി കുലുക്കം കൊടുക്കാറ്റോന്നല്ലോ പുല്ല്. പറഞ്ഞു പേടിപ്പിക്കല്ലേ. ഇങ്ങക്ക് വരാൻ പറ്റുമോ? ആരപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞേ? നീ ഇവിടെ ഒരു നന്നായിട്ട് കഴിയായിരുന്നില്ലേ? ഒരുപാട് പിടിക്കണോന്ന് ചോദിച്ചു എന്ന് മാത്രമല്ല എന്റെ ചങ്ങായിയെ. ഞാൻ വരണ്ട്. രാവിലെ എത്തണം. ഞാൻ പോണു. ഒന്ന് തള്ളണോ വേഗം. ഒന്ന് പതുക്കെ പോണ. എന്നാൽ അവനൊരു കഷ്ണം ഭൂമിയും വീടും വാങ്ങി. ആള് കൊള്ളാട്ടോ. അമ്മ നോണ പറയാ. അവിടെ ഓടി കളിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലം ഉണ്ടാവില്ല അമ്മേ. സ്ഥലം ഉണ്ടാവില്ല അത്രേ. ദേ നോക്കിയേ, നിങ്ങൾക്കൊരു ഭൂമി മുഴുവനും കിട്ടിയ പോലെ ഉണ്ടാവും. സത്യം? അമ്മേ അച്ഛൻ വന്നോട്ടോ. കുഞ്ഞാ മോളെ നല്ല മണമുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. ഉണ്ടാ. ഏയ് ഞാൻ വാക്ക് പറഞ്ഞാൽ പാലിച്ചിരിക്കും. ഇത് പ്രവാസ ദിനങ്ങളുടെ കുട്ടിക്കലാശം കഴിഞ്ഞ് കരിന്തിരി കിടന്ന രാത്രി. ഒളിവ് ജീവിതം കഴിഞ്ഞ് നാളത്തെ സൂര്യൻ ഉദിക്കുന്നത് എനിക്കും നിനക്കും പിന്നെ ഈ ഇത്തിരി കോതയ്ക്കും കുഞ്ഞൻ തമ്പുരാനും വേണ്ടിയാ. അല്ലേടാ മരങ്ങോടാ. ചാക്കുണ്ണിയേട്ടന്റെ ലോറി നാളെ റെഡി. പിന്നെ ഈ ആശാരിച്ചക്കന്റെ കെട്ടിലമ്മ ഇനി അല്ലലില്ലാണ്ട് അങ്ങോട്ട് കഴിയാൻ പോവല്ലേ. അതും സ്വന്തം മണ്ണില്. ഇനിയല്ലേ നമ്മൾ ജീവിക്കാൻ പോണത്. ഇരിക്കേ അച്ഛാ, അതെ
ഈ കുഞ്ഞൻ പറയാണേ അവിടെയെങ്കിലും ഒരു രസം ഉണ്ടാവില്ലാന്ന്. അങ്ങനെ പറഞ്ഞ? അല്ല അല്ല, അതൊക്കെ ഇങ്ങനെയാ പറഞ്ഞേ. ഏയ്, അച്ഛനും അമ്മയും അങ്ങോട്ട് തിരിച്ചു പോവാൻ കാത്തിരിക്കല്ലേ. എന്ത് രസാന്നറിയാം അവിടെ. ഷറപറ പെയ്യുന്ന മഴയും തവളക്കച്ചേരിയും, വൃശ്ചികത്തില് കാറ്റൂതുമ്പോ കൊഴിയണ കണ്ണിമാങ്ങ, വിഷുവേലയ്ക്ക് പറച്ചണ്ട കൊട്ടി വരുന്ന കാളി, പിന്നെ ഓണം. അത്തത്തിന് പൂവിളിയും ലഹളയും കൂട്ടി കുട്ടികൾ പൂ പറിക്കാൻ പോകും. പിന്നെ 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 അത്തം പത്തിന് മുറ്റത്തെത്തും പുള്ളോനും പുള്ളൊത്തിക്കും പുലരിക്കതിരളക്ക്. അത്തം പത്തിന് മുറ്റത്തെത്തും പുള്ളോനും പുള്ളൊത്തിക്കും പുലരിക്കതിരളക്ക്. പുഴയോ പുടവ കൊടുക്കും തുളുമ്പും ഇളനീരും പൊന്നും പോലിക്കും. പാടുന്നേ പുത്തരി കൊയ്യും പൂഞ്ചിങ്ങും പുല്ലാങ്കുഴലൂതുന്നേ മാടത്തത്തമ്മ. അത്തം പത്തിന് മുറ്റത്തെത്തും പുള്ളോനും പുള്ളോട്ടിക്കും പുലരിക്കതിരളക്ക്. അമ്പലക്കാവിലെ ഇലഞ്ഞിപ്പൂന്തണലിൽ നാം അന്നൊരു സന്ധ്യയിൽ കണ്ടു. പൂക്കുലക്കതിരായി നീ, നാക്കിലത്തളിരായി നീ, കൂത്തുമാറത്തന്നുരാവിൽ കരിന്തിരി വെളിച്ചത്തിൽ കൂവളമിഴി നിന്നോടൊന്നുരിയാടുമ്പോൾ പൊന്നിലത്താളവും പൂത്തുടിയും നെഞ്ചിൽ. അത്തം പത്തിന് മുറ്റത്തെത്തും പുള്ളോനും പുള്ളൊത്തിക്കും പുലരിക്കതിരളക്ക്. ഹായ്. രഘുട്ട, പുതിയ ജീവിതം തുടങ്ങണേ. നന്നായി വരട്ടെ എന്ന് വിചാരിച്ച് വലത് കാല് വെച്ച് കയറിക്കോളൂ. ഒരു വീടിന്റെ ഐശ്വര്യം വീട്ടമ്മയാ, മറുത്തൊന്നും പറയണ്ട. ശോഭ തന്നെ ആദ്യം വലതുകാലം വെച്ച് കയറുക. കുഞ്ഞാവാ, ഇങ്ങനെ കുഞ്ഞാ. ഭൂമിദോഷ വലഞ്ഞാറ് സ്വാമി നിന്റെ ചോരയാല് ഭൂമി തന്റെ ശാപഭൂമി ഒഴിച്ചോ പുത്ര. പുത്ര ആന്റപ്പാ,
നല്ല നല്ല വടിയായിട്ട് ഞാൻ അങ്ങോട്ട് വരണോ? എനിക്ക് വാട പോത്തെ അവന്റെ ഒരു ഉറക്കം. അയ്യോ, ഈശോ, വാവെടുത്ത കണ്ണിന്റെ എന്ത് എങ്ങട്ടാ വാലും കുത്തി ഓടണേ? പാല് അതിന് നീ എന്താ പെറ്റേ? ഇയാളെപ്പനെന്താ പശുവും പാലിന്റെ കാര്യ പറഞ്ഞേ? അവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ ഇല്ല. ഈ ചെക്കന് ഏത് പാലിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ? വേണ്ട കേട്ടോ, വെറുതെ വഴക്ക് കേൾക്കാൻ നിക്കണ്ട. എന്നാ പുകലെ മുറുക്കാനും താ. നേരം വരത്തില്ല, അപ്പോഴേക്കും പോകല. അങ്ങോട്ട് പൊക്കോ, അല്ല ഇപ്പൊ ഞാൻ അമ്മയെ വിളിക്കും. ആ പെണ്ണെ, നെയ്യ പാല് വേഗം തന്നെ. ഇന്നലെ ബുക്ക് ചെയ്തതേ. ബുക്ക് ചെയ്ത പാലോ? അങ്ങനെ ഒരു പാൽ ഇവിടെ ഇല്ല. ഇല്ലല്ലേ? ശരി ഇട്ടാ. ദേവകിയമ്മേ, ഈ ജീജ കയ്യിലെ പാല് തന്നെ. പോയി പാത്രം കൊണ്ടുവന്നോളൂ. കൊപ്ര പിണ്ണാക്ക്. അത് നിന്റെ നായര്. അവരെത്തിയോ എന്റെപ്പാ? രാവിലെ എത്തുന്ന പറഞ്ഞ. ഗുരുവായൂർ ചെന്ന് കുളിച്ചു തോന്നിട്ട് അങ്ങോട്ട് എത്തുക. തട്ടിക്കോ, ആരോഗ്യം ഇങ്ങോട്ട് പോരട്ടെ. ഈശോ, പാല്. ഇത് കണ്ടോ, പാലൊക്കെ കുടിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്നെ ഞാനിന്ന് കൊല്ലും. ശ്രീധര, ഈ വീട്ടിൽ കാല് കുത്തിയപ്പോ തുടങ്ങിയതാ അതോഗതി. പുതിയ താമസക്കാർക്ക് പാല് കാച്ചാൻ ഈ ആണ്ടപ്പൻ ഇന്നലെ പറഞ്ഞേൽപ്പിച്ചതാ 2 കാഴി പാല്. ഇനി എവിടെ നിന്നെടുത്താ കൊടുക്ക? അച്ഛന് ഞാൻ ചെയ്യണേ ഉള്ളൂ ആ സ്വത്ത്. കഷ്ടായി. അവരെന്താ വിചാരിക്ക? അല്ലപ്പാ, നീ ആ കുറുപ്പിന്റെ വീട്ടിൽ പോയി ചോദിച്ചോളൂ, അവര് തരും. പോത്തെ പോ, നടക്കാം. ബുക്ക് ചെയ്ത പാലില്ലാത്രേ. കാര്യനാക്ക്. എന്താ എന്താ ഇത്? ഒരു നല്ല ദിവസമായിട്ട് എന്താ ഈ ഉണ്ടായേ? ചില്ല പൊട്ടിയത്, അവലക്ഷണം. എനിക്ക് പേടിയാവണു. ഇതെന്തൂട്ട് ലക്ഷണപ്പത്? ഈ ചില്ല അങ്ങോട്ട് വന്ന് കുത്തൊന്നുമില്ല. ഇതിന് ലക്ഷണം കാണിക്കാനുള്ള ബുദ്ധിയില്ല. എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവണേ? ഇതൊക്കെ പഴഞ്ച വിശ്വാസങ്ങളല്ലേ. ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം. എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയേക്കണേ. എന്റെ വീട്ടിൽ നിന്ന് വെറുതെ എന്തിനാടാ എല്ല് വെള്ളാക്കണേ? ഡാ, എന്റെ സമ്മതം ഇല്ലാതെ വീട്ടിൽ കയറി പറക്കാൻ നീ വളർന്നിട്ടില്ലടാ മോനെ. അതെ, ഇത് കണ്ട പട്ടാളത്തിൽ പോയി തോക്ക് പിടിച്ച കയ്യത്. ഇതിന്റെ ചൂട് അറിയണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പോടാ ശവിയെ. ആനാരാ? ഞാനാരാന്ന്? തൃത്തല്ലൂര് അപ്പാസറിയുടെ മോൻ രഘുവല്ലടാ നീയെ. ആ പോലീസുകാരൻ രാഘവൻ നായരുടെ പെണ്ണിനെ അടിച്ചോണ്ട് പോയാൻ. എനിക്ക് ആളെ തെറ്റിയിട്ടൊന്നുമില്ല കേട്ടാ. അവന് എന്നെ മനസ്സിലായില്ല അത്രേ. എടാ പിള്ളേ, നീയും പണിക്കരും കൂടി ഒത്തു കളിച്ച് എന്നെ തോപ്പിക്കാനൊന്നും നോക്കണ്ടട്ടാ. അങ്ങനെ ഒരു വരുത്തനും ഇവിടെ വിലസാൻ ഞാൻ സമ്മതിക്കില്ല. പട്ടാളം പറയുന്നത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഈ വീടും പറമ്പും വിറ്റ് ആ പന്ന പണിക്കർ എന്റെ കണ്ണും പെട്ടെന്ന് ഒളിച്ചോടി പോയത് നിന്റെ ഒരാളുടെ ബലത്തിലാണെന്ന് എനിക്കറിയാടാ. നിങ്ങൾ പറഞ്ഞൊന്നും എനിക്കറിയില്ല, അറിയാൻ വേണ്ട. ഇത് എന്റെ പേരിൽ ഞാൻ രൊക്കം പണം കൊടുത്ത് രജിസ്റ്റർ നടത്തിയ ഭൂമിയാ. തനിക്ക് വല്ലതും പറയേണ്ടത് പണിക്കോട് പറയാ. ഇറങ്ങി പോണോ? എനിക്കറിയോ അതിനൊക്കെ കായ് തരാനല്ലത് ഈ വീടും പറമ്പും വെച്ച പണിക്കരല്ലേടോ. പിന്നെ അവിടെ പോയി ചോദിക്കടോ. നീ സമാധാനായിട്ട് ഇവിടെ കഴിയാന്ന് വിചാരിക്കണ്ട. ഇങ്ങോട്ട് എന്നെ നിനക്കറിയില്ല. ഞാൻ ഇറങ്ങാനില്ല. കാട്ടുകളെയും എനിക്ക് പട്ടാളം പറയുന്നോട് കളിച്ചവരാരും
കളി ഞാൻ പഠിപ്പിക്കും. എടോ, ബഹളം ഉണ്ടാക്ക. ചതിച്ചോരും ദ്രോഹിച്ചോരും ഒന്നും അറിയൂടാ. നീ നോക്കിക്കോ, എന്നെ നീ അറിഞ്ഞിട്ടില്ല. ആ എന്തുട്ടിനെ പേടിക്കണേ? പട്ടിയോളം ഓടിച്ചിട്ട് കപ്പേരും മണി അടിക്കാണ്ടിരിക്കുമെന്ന്. ഈ മുറ്റത്തെ ഒരു പട്ടി ഓലിയിടണ്ട. വേണ്ടാന്ന് ആരപ്പ് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി വെറുതെ പേടിക്കുക ഒരാവശ്യമില്ലാണ്ട്. മനസ്സിലായി. എന്റെ നല്ല കാലത്ത് ഞാൻ തൃത്തല്ലൂരൊക്കെ വരാറുണ്ട്. തറവാടിന്റെ പേര് കേട്ടപ്പോ കുട്ടിയുടെ അച്ഛന്റെ രൂപം അങ്ങനെ നിഴല് പോലെ മനസ്സിൽ തെളിഞ്ഞു വരണുണ്ട്. രാവുണ്ണി എന്നല്ലേ പേര്? അതെ, ആ, എല്ലാരും നേരത്തെ പോയി. ഓർമ്മ വെച്ച് പിന്നെ ചേട്ടനും ചേട്ടത്തമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ, ഉപ്പോളമൊക്കെ ഉപ്പിലിട്ടത്. ഏതായാലും ഈ ചില്ലാനങ്ങളെ നല്ലോണം തൊഴിച്ചോളൂ. കുസൃതി തീരെ ഇല്ലാന്ന് കണ്ടാൽ അറിയാം. ദാ, കുട്ടികളെടുത്താ നിന്റെ കളി. ആ തേങ്ങ തിരിച്ചു കൊടുക്ക. എന്നാ പോകലതാ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. പൊക്കോളൂ. അടി, അടി. അവന് നല്ല സുഖമില്ല. നല്ല വികൃതി കുട്ടികളാ കുഞ്ഞനും കിങ്ങനെ. എന്നാലും വീട് വിട്ട് കീഴ്ജാതിക്കാരന്റെ ഒപ്പം ഇറങ്ങിപ്പോയോളാ ആ കുട്ടികളുടെ തള്ള. ഉണ്ണേട്ടൻ അമ്പലത്തിൽ പോയതാ? ഇല്ല, ഞാന് റേഷൻ വാങ്ങിക്കാൻ പോയ. ഞാൻ രാവിലെ ഇറങ്ങിയതാ. അപ്പൊ അന്വേഷിച്ചോർന്നോ? ഇല്ല, ഇന്ന് ഞാൻ കണ്ടില്ലല്ലോ. ദേ, ചോറ് വിളമ്പി കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും. ചെല്ല്, ഇന്ന് കിട്ടും കാരോടെ കൊണ്ട് ഒരു പൂശ് കൊപ്ര പിണ്ണാക്കെ. കൊപ്ര പിണ്ണാക്ക് ആരാ? ആരാ? വേഗം പറ. എന്റെ നായര് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. രഘുവേട്ട, സമയം എത്രയെന്നറിയോ? ഊണും കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇരിപ്പിരുന്ന വയറ്റില് നീര് വീഴില്ലേ? ഇനി നാളെ ഒതുക്കാന്നേ. ഇനി ഇതൊരു വീടാക്കി എടുക്കണമെങ്കിൽ എന്തൊക്കെ വാങ്ങിക്കൂട്ടണം? TV, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഫോണ്. എന്തിനാ കുറയ്ക്കണേ? AC, കാറ് പറഞ്ഞോ. രഘുവേട്ടൻ എപ്പോഴും തമാശയാ. ഇതുവരെ നമുക്ക് ഒരു കടമില്ലല്ലോ. അങ്ങനെ കടം കൊണ്ടിട്ടൊന്നും വേണ്ട, ആയത്തിൽ മതി. എന്താ ഒന്നും പറയാത്തെ? ഓടി തിമിർത്ത് തളർന്ന് വേഗം ഉറങ്ങി. ഇവരുടെ സന്തോഷം തന്നെ മതി മനസ്സ് നിറയാൻ. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞൊന്നും ഇല്ലേലും ഒരു വിഷമവും ഇല്ല. പിന്നെ രഘുവേട്ടന്റെ മാറ്റം. നമ്മളിപ്പോഴാ ജീവിക്കാൻ തുടങ്ങിയത്. അന്ന് കല്യാണ തലേന്ന് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇരുട്ടത്ത് തപ്പി തടഞ്ഞു വീണ് ഓടി ഓടി നമ്മളിപ്പോഴാ ഒരു താവളത്തിലെത്തി. ഇനി സ്വസ്ഥായിട്ട് ഒരു 100 കൊല്ലം ഇങ്ങനെ കഴിയണം. രഘുവേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ആലോചിക്കായിരുന്നു, പണവും പ്രതാപവും ഉള്ള വലിയൊരു വീട്ടിൽ നിന്ന് ഒരു ആശാരിച്ചക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന പൊട്ടി പെണ്ണിനെ കുറിച്ച്. എന്നെങ്കിലും ഖേദം തോന്നിയിട്ടുണ്ടോ നിനക്ക്? ഇതെന്തൊരു ചോദ്യ രഘുവേട്ട. ഞാൻ എന്തെങ്കിലും അങ്ങനെ? ഏയ് ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ അതുകൊണ്ടാണ് എനിക്ക് വിഷമം. ആ, നമുക്കൊരു ദിവസം രണ്ടുപേരുടെ വീട്ടിൽ പോണം. നാട്ടിൽ വന്ന് താമസമാക്കിയത് അവരറിയട്ടെ. വേണ്ട, ഞാൻ എങ്ങോട്ട് വരണില്ല. എന്നെ എടുത്തു വളർത്തിയ വല്യമ്മ മരിച്ചിട്ട് പോലും ഒന്നും അറിയിക്കാത്തതാ ഏട്ടനും ആ ഭദ്രകാളി. ഏയ്, എന്താ ഇത്? രഘുവേട്ടന്റെ വീട്ടിലേക്ക് വേണേ വരാം. അതും ഇഷ്ടമുണ്ടായിട്ടല്ല. എന്നാ എങ്ങോട്ടും പോണ്ട. എല്ലാം ഒന്നുകൂടി കാണാനുള്ള മോഹം കൊണ്ട് പറഞ്ഞതാ. എന്നാലും വേണ്ട, എങ്ങോട്ടും പോണ്ട. രഘുവേട്ടാ, രഘുവേട്ടാ, നമ്മുടെ വീടിന് പുറത്ത് ആരും ഉണ്ട്. നിനക്ക് തോന്നിയതാവും. അല്ല, ഞാൻ ശബ്ദം കേട്ടുന്നേ. എവിടെ?
ചിലപ്പോ ആ ഭ്രാന്തനായിരിക്കും, അല്ലെങ്കിൽ നായ്ക്കള്. രണ്ടായാലും ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. വാ കിടക്ക്. സായിവേ, നല്ല ഒന്നാന്തരം ട്യൂബ്ലൈറ്റ് വന്നിട്ടുണ്ട്. എന്ത് പ്രകാശം, എന്തു രുചി. 2 വെച്ചോട്ടെ. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 50 റുപ്യ, പിന്നെ ടോട്ടല് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സഹായിച്ച് നമ്മൾ ഒരു പരുവത്തിലാക്കും. ഒരു പേസ്റ്റ്, ഒരു സോപ്പും. പുതിയ താമസക്കാരാ, വീട്ടിൽ കയറി കൂടി അന്ന് തന്നെ ആ പട്ടാളം വന്ന് വരട്ടിയില്ലേ, അത് തന്നെ. ഒരു ദിവസം അയാളൊരു ഇരുട്ടടിയെങ്കിലും അടിക്കൂട്ടെ ഞാൻ. പന്നി ജയിലിൽ നിന്ന് വന്നപ്പോ പഴയ ഹുങ്കൊക്കെ പോയിട്ടുണ്ടാവുന്ന കരുതിയേ. ഇതിപ്പോ എത്തിച്ചേർക്കന്നേ. സാഹിബേ, ഞാൻ പിന്നെ വരാട്ടാ. മോനൊന്നും കാര്യാക്കണ്ട, ഓൻ ഇവിടുത്തെ പ്രമാണിയാവണം, അതാ കാര്യം. അതല്ലാണ്ട് ഇവിടുത്തെ പൊറുപ്പൊന്നും കുഴപ്പമില്ലല്ലോ. സുകന്യ, ടൗണിൽ താമസിച്ചവർക്ക് ഇവിടെ സ്വർഗ്ഗമല്ലേ സാഹിബേ? ഒരു തീപ്പെട്ടി. രാത്രി പിന്നെ നായശല്യം ഉണ്ടെന്നേ ഉള്ളൂ, അതിനുള്ള മരുന്ന് കയ്യിലുണ്ട്. ശല്യം പേപ്പട്ടിയുടെ കടിച്ചാ വിഷം ഇളകും. ഏയ് ഒന്നിക്ക. പട്ടാള അന്ന് പറഞ്ഞ കൃത്യ. പോലീസുകാരൻ രാഘവന്നാർക്ക് പറഞ്ഞു വെച്ച പെണ്ണിനെ രാഖി രാമായണം കല്യാണ രാത്രി അടിച്ചുകൊണ്ട് പോയ രഘു തന്നെയാ ഞാൻ, അപ്പുവാശരുടെ മോൻ രഘോത്തമൻ. പിന്നെ തോക്ക് പിടിച്ച കൈയിനേക്കാൾ അരം കൂടും ഉളി പിടിച്ച കൈക്ക്. ഉന്തി നിക്കണതൊക്കെ ചെത്തി അങ്ങോട്ട് പോവും. ആയ് കലക്കി. നിന്നെയാടാ എനിക്ക് വേണ്ടത്. പലിശയുടെ പലിശയും കൂടെ കൂടി 2.5 ലക്ഷം കിടക്കുമ്പോ എന്റെ കണ്ണും വെട്ടിച്ച് വീടും വിറ്റുപോയ പണിക്കരേം ചുളുവിന് സ്വത്തടിച്ചെടുത്ത നിന്നെയും കൂടി ഒരു നുകത്തെ കെട്ടി എന്റെ 10 പറക്കണ്ട 4 ജാല് പൂട്ടിക്കൂടാ ഈ പറയുന്നത്. ഓനെന്താ പിരാന്തുണ്ടോ? പണിക്കര് പറ്റിച്ചതിന് ഇയാളെന്ത് പേച്ച്? പിഴച്ചത് പണിക്കർക്ക. ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ ആശാരി ചെക്കൻ താനാന്നറിഞ്ഞിരുന്നെങ്കിൽ പണിക്കർക്ക് ഈ ചതി പറ്റില്ലായിരുന്നു. ഏമാന്റെ ഉപ്പും ചോറും ആയി ശരീരം. ഒരേമാനും അടിയനും. തന്റെ ഏമാൻ രാഘവന്നാടെ വീരസിംഗക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് തന്ന ഭൂമിയുടെ മുകളിൽ താൻ പട്ടാളം പറയുന്നതിന് പണം കൊടുക്കാനുണ്ടോന്ന് എനിക്കറിയേണ്ടത്. നിങ്ങളൊന്നും ഉണ്ടാണ്ട് പോയെ, മനുഷ്യരുടെ പണിയുണ്ട്. ആശാരിയുടെ ഉള്ളി കൊണ്ട് പുറം ചൊറിയണ്ട. പറമണിക്കരെ, എത്ര കടമുണ്ടായിരുന്നു? ദൈവേ, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തരാ. സാറിനറിയോ, പറയുന്നത് എന്നോട് പകയാ. അയാളുടെ ഭാര്യ മരിച്ച കേസിൽ സാക്ഷി പറയാൻ കയറിയപ്പോ നാവ് പിഴച്ചതാ കാരണം. അതുകൊണ്ട് അയാൾക്ക് സ്ത്രീപീഡനത്തിന് ശിക്ഷയും കിട്ടി. ഇനിയിപ്പോ അവിടെ താമസിച്ച പെശകാന്നുള്ളതുകൊണ്ടാ ഞാൻ വീട് വിറ്റത്. ഒന്ന് ആലോചിക്കേ, ആധാരത്തിന്മേ കടം ഉണ്ടെങ്കിൽ ഭൂമി രേഷാക്കാൻ പറ്റുമോ? ആന്റപ്പാ, ആന്റപ്പാ, നിന്റെ ഇളയപ്പനല്ല പോത്തെ ഞാൻ ആണ്. നിനക്ക് ആരടാ തിന്നാൻ തരണേ? ഇളയപ്പൻ. സംശയണ്ടാ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ നാട്ടുകാരുടെ കോണം നിരുമ്പോ നടക്കണ ശാവിയെ? നമ്മുടെ പണിക്കരുടെ വീട്ടിൽ വന്ന പുതിയ താമസക്കാരില്ലേ, എന്തുട്ടാളുടെ ജോലി മറന്നൂലോ. ആന്റി ക്രാഫ്റ്റേ, നല്ല ആൾക്കാരാ. നമ്മളായിട്ടൊരു ഉപകാരം കൂടി ചെയ്താ അത് കർത്താവ് കാണും. ഇല്ലേപ്പാ? ആന്റപ്പാ, നിന്റെ തൊഴിലിപ്പ് എന്താ? ഓപ്പറേറ്റർ. കോപ്പറേറ്റീവ്? ചക്ക ഓപ്പറേറ്റർ. ചക്കാട്ടേ. അത് ശരി. ആന്റപ്പം പരോപകാരം എന്ന് പറഞ്ഞാല് ആർക്കാ അതിന്റെ ഗമാന്ന്? ശരിയാണല്ലോ. ആർക്കാ ആന്റപ്പാ? ഇളയപ്പന്നെ. ഇളയപ്പന് കിട്ടുന്ന പേര് ഞാനായിട്ട് കളയോട്ട് ചങ്ങയെ. അപ്പൊ നീ ഹാൻഡിക്യാപ്റ്റിന് ഉപകാരം ചെയ്തിട്ട് ഇളയപ്പന് പേരുണ്ടാക്കാൻ പോവാ? ചാണം പറക്കി ഒരൊറ്റ പൂശ ഉണ്ടല്ലോ, വാൾപോസ്റ്റ് ഒട്ടിച്ച മാതിരി ഉണ്ടാവും. തെളിക്കണല്ലേ എന്നാലും കമ്പ്യൂട്ടറിൽ എണ്ണയാട്ടുന്ന കാലത്ത് കാണാൻ വേണ്ടി ചക്കാട്ടായി നടക്കാന യോഗം. ഇങ്ങനെ ഒരു ഇളയപ്പുണ്ടായാ മതിയിലോ. നമസ്കാരം സാർ. ആരാ? ഞാൻ രഘുത്തമൻ. മദ്രാസ് ബ്രാഞ്ചിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നതാ. MD വിളിച്ച് പറഞ്ഞിരുന്നു. അല്ല, ജോയിൻ ചെയ്യാൻ എന്താ അത്ര അമാന്തം? തന്നെ എഴുന്നള്ളിക്കാൻ ആന അമ്പാരിയെ ഏൽപ്പിക്കണോന്ന് വിചാരിക്കായിരുന്നു ഞാൻ. കമ്പനിക്ക് നല്ലൊരു ഓഫർ കിട്ടിയിരിക്കുന്നു. തന്നെ കൊണ്ട് ചെയ്യിക്കാൻ മദ്രാസ് നിങ്ങളുടെ ഓർഡർ അയച്ചെടുക്കണേ. ഒബ്രായ് ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ 5 സ്റ്റാർ ഗ്രൂപ്പാ. അവർക്ക് നമ്മുടെ ശൈലിയിൽ 6 പീസ് ദാരുശില്പങ്ങൾ വേണം.
ഫസ്റ്റ് ഓർഡർ. ബാക്കി പുറകെ. തുടങ്ങിക്കോ, വേഗം ചെയ്തു കൊടുക്കേണ്ടതാ. 3 പീസ് താൻ ചെയ്യണം. 3 പീസ് മദ്രാസിൽ തന്നെ ചെയ്യും. താൻ കൊടുത്ത ഡിസൈൻ അവർ സ്വീകരിച്ചെടുക്കണത്. അതില് ഞാൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നാ ഒപ്പിട്ടിട്ടാണ് തുടങ്ങിക്കോളാ. പിന്നെ ഈ വർക്കേഴ്സ് ഓഫീസിൽ വന്നിരുന്ന് നിരങ്ങണ പതിവൊന്നും ഇവിടെ ഇല്ല. എടോ വിക്രമൻ നമ്പൂരി, താൻ ഈ മുറുക്കിത്തപ്പെട്ട കാശേ വർക്കേഴ്സിന് അധ്വാന. താൻ ഇവിടെയുള്ളവരെ മാക്സിമം പിഴിയുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ പറഞ്ഞേ. പിന്നെ അഡ്വാൻസ് 10,000 പാസ്സാക്കാൻ പറഞ്ഞിരുന്നു. അത് കൈ തിരിക്കാണ്ട് തന്നോളൂ. ഇവിടെ അഡ്വാൻസും കോപ്പൊന്നുമില്ല. ഇന്നോട് അതൊട്ട് പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഒപ്പിട്ട് പണിയാൻ പറ്റില്ല അച്ഛാ. ഇവിടെ പണിയണ്ട വെച്ചോളൂ. വേറെ ആളില്ലാണ്ട് കമ്പനി പൂട്ടൊന്നുമില്ല. ഹൈ, രഘുവാണ്, MD കൊടുക്കൂ. നമസ്കാരം സാർ. ഓഫീസിൽ നിന്ന് വിളിക്കാണ്. ഇവിടെ ഒരു പെരട്ട കോളാമ്പിയാണല്ലോ സാർ. അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങനെ പറയൂ. പുറത്തു പോയേക്കണു. അത് ശരി. ഇതാ വരണുണ്ട്. കാര്യങ്ങൾ സാറ് തന്നെ പറയുക. ഇന്നെ ഭരിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. പണം വേണം, മറക്കണ്ട. ഇതാ കൊടുക്കാം. സാർ. യെസ് സാർ. സാർ കൊടുത്തോളാം. എഴുതി വാങ്ങിച്ചോളാം. ശരി സാർ. താന്നെ കുരങ്ങ് കളിപ്പിക്കുക. ആശ്ചര്യകരം. 1.5 ലക്ഷം റുപ്യ കമ്പനിക്ക് കടമുള്ളവന് പിന്നെയും പണം കൊടുക്കുക. MD പേഴ്സണൽ റിസ്ക് എടുത്ത് വീടും പറമ്പും വാങ്ങിക്കാൻ തന്ന പണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഞാൻ ബോർഡിന് കംപ്ലൈന്റ് ചെയ്യും. നോക്കിക്കോ. ആവട്ടെ. ഒപ്പം തന്നോട് ഇപ്പൊ എഴുതിച്ചു വാങ്ങാൻ പറഞ്ഞില്ലേ? ഞാൻ വാങ്ങിയ 1.5 ലക്ഷത്തിന്റെ സെക്യൂരിറ്റി ബോണ്ട്. അത് ഞാൻ ഒപ്പിട്ട് തരണില്ല എന്നും എഴുതിക്കോ. താൻ ആദ്യം തുപ്പിയിട്ട് വായ എങ്ങട് കഴുക. ഹലോ, എന്താ പേര്? രാജേഷ്. ഹലോ. ജോയിൻ ചെയ്തോ? നന്നായിണ്ട്. എന്താ പേര്? ഈർക്കിക്കൊട്ടാരം. നിങ്ങളുടെ പേരാ ചോദിച്ചത്. എന്നെ എല്ലാരും അങ്ങനെ വിളിക്ക. അത് ശരി. ശരി. തന്നെ തെരഞ്ഞു വരായിരിക്കായിരുന്നു. എന്തത്ര വൈകി? അവിടുന്ന് വരാൻ അല്പം സമയമെടുത്തു. മദ്രാസിൽ തീർത്തു കൊടുക്കേണ്ട ചില ജോലികളുണ്ടായിരുന്നു. ആധാരം ഞാൻ ഇപ്പോഴാ വാങ്ങിയത്. ആധാരം മേടിച്ചു പണം തന്നേന്നാ ബോർഡ് മീറ്റിംഗിൽ പറഞ്ഞേ. ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ട് തന്നു എന്നറിഞ്ഞ പ്രശ്നമാണേ. 2 ലക്ഷം രൂപയുടെ കാര്യ. ഇന്നും കണ്ടില്ല അച്ഛാ. അങ്ങോട്ട് വരായിരിക്കായിരുന്നു. ഉയ്യോ, ചതിക്കല്ലേ. ഗോപി വന്നാൽ തന്നെ പലിശയ്ക്ക് പണം കൊടുത്ത ഞാൻ വീട് വാങ്ങിയെന്ന് എല്ലാവരും അറിയും. ഞാൻ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ലേ. വലിയ ഉപകാരം. ഈ മാസത്തെ അടവ് എല്ലാം കൃത്യമായിരിക്കും. ഇറങ്ങട്ടെ? ശരി. ഞാനൊരു കൂട്ടം പറയാനിരിക്കുക. ഞാനും ഒരു കൂട്ടം പറയാനിരിക്കുക. എന്നാ പറ. നീ ആദ്യം പറ. ഇതൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കണം. നാട്ടിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞപ്പോ തൊട്ടുള്ള മോഹ. എന്നിട്ട് വേണം നമുക്ക് കൊട്ടും പാട്ടും കൂത്തുപാട്ടൊക്കെ ഇങ്ങനെ കഴിയാൻ. എന്താ കളിയാക്കണ്ട. രഘുട്ടന് എല്ലാ സന്തോഷം ഉണ്ടല്ലോ. കച്ചവടാണെങ്കിലും കൊത്തുപണി ശില്പമൊക്കെ ആയിട്ട് രസാവും. എനിക്കാണെങ്കിൽ ഒരു എന്റർടൈൻമെന്റും ഇല്ല. നമുക്കിവിടെ തന്നെ 4 കുട്ടികളെ കിട്ടിയ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. രഘുവേട്ടനൊരു സഹായമായില്ലോ. ആ, അത് ഞാൻ പറയാൻ വന്നതാ. ഓഹോ, അപ്പൊ നൃത്ത ക്ലാസ് തുടങ്ങാം അല്ലേ? നല്ല ദിവസം നോക്കി രഘുവേട്ടന്റെ കൈകൊണ്ട് വിളക്ക് കൊളുത്തി തുടങ്ങാം. ആ ജീജയ്ക്കും കൂട്ടുകാർക്കും താല്പര്യമാണ്. അമ്പടി കള്ളി. അപ്പൊ എല്ലാം അന്വേഷിച്ചെടുക്കണം. നമ്മൾ ഇങ്ങനെയൊക്കെ ആയത് എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയൊക്കെ?
കണ്ടുമുട്ടിയതും പ്രേമിച്ചതും ഓടിപ്പോയതൊക്കെ ഇല്ലല്ലോ. ഉണ്ടാവില്ല. ആണുങ്ങൾ അങ്ങനെയാ. ഇനി കുറച്ചു കഴിഞ്ഞാൽ എന്നെ മറക്കും. ഏയ് സ്വർണദള കോടികൾ മുദ്രകളാക്കിയ മനസ്സിൻ മായ നടനലയം. സ്വർണദള കോടികൾ മുദ്രകളാക്കിയ മനസ്സിൻ മായ നടനലയം. മണിവിരൽ തേടും വരരുദ്രവീണയിൽ മധുരാഗ ശ്രുതിലോല ഗാനാലാപം. സ്വർണദള കോടികൾ മുദ്രകളാക്കിയ മനസ്സിൻ മായ നടനലയം. നാദചന്ദ്രികയിൽ നലമോലും പൂവിതളിൽ തേനോ തിരയുന്നു സ്വരമാം ശലഭം. നാദചന്ദ്രികയിൽ നലമോലും പൂവിതളിൽ തേനോ തിരയുന്നു സ്വരമാം ശലഭം. ഇരുൾ മറമാഞ്ഞു വാതിങ്കൾ തെളിഞ്ഞു ഹൃദയ വിപഞ്ചിയിൽ ശ്രുതി വിതിർന്നു. വരമുരളി കോകിലമായി ഒരു ഹൃദയം പാടുകയായി. ആരോ നേരും പുണ്യം പൂക്കും തമ്പുരുവരുളിയ ശ്രീലയ പഞ്ചമമായി. സ്വർണദള കോടികൾ മുദ്രകളാക്കിയ മനസ്സിൻ മായ നടനലയം. സാനി ഗമ പനി സാനി ഗമ പനി സഗമാഗ ധനി ധനി ബമ ബമഗ സ. സഗമ പ സഗമ പനി സഗമ പനി സഗമഗ. സഗല നിധനി പനിത മമ ഗമ പനി ധനി ബമ ഗമഗ സഗ ധനി ധനി സഗമ പനി സഗ സഗമഗ. നിധ സഗ സഗ 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 നിധ ഗമ. നീലവാർമുടിയിൽ മഷിമായും ഭൂമിയിൽ താനേ വിരിയുന്നു കുളിരിൻ ശിശിരം. നീലവാർമുടിയിൽ മഷിമായും ഭൂമിയിൽ താനേ വിരിയുന്നു കുളിരിൻ ശിശിരം. എരിവെയിലാളും മണ്ണിൻ നെറുകിൽ പ്രണയനിലാവിൻ മഴ പൊഴിഞ്ഞു. നിറമണിയും തൂവലുമായി ഋതുസഖിമാർ പാടുകയായി. എങ്ങും കാണാവണം പെയ്യും വാർമഴവില്ലുകൾ വീതികൾ ഒഴിയുകയായി. സ്വർണദള കോടികൾ മുദ്രകളാക്കിയ മനസ്സിൻ മായ നടനലയം. മണിവിരൽ തേടും വരരുദ്രവീണയിൽ മധുരാഗ ശ്രുതിലോല ഗാനാലാപം. സ്വർണദള കോടികൾ മുദ്രകളാക്കിയ മനസ്സിൻ
മായ നടനലയം അവിടെ അമ്മയുടെ ഒരു പാട്ട് കൊത്തും. നിങ്ങൾ ഈ വീട് വാങ്ങിയെന്ന് കരുതി ഈ ഭൂമി ലോകം കീഴ്മേറി മറിക്കാനൊന്നും വിചാരിക്കണ്ടേ. ഇവിടെ വേറെ ആൾക്കാരുണ്ട്. അവക്കടെ ഒരു ഒരു പൂശിയാ പൂശും, കൊറേ കിണിഞ്ഞോളും. അതീ പണി അവിടുന്ന്. അയലക്കത്തുള്ളവർക്ക് സമാധാനമായിട്ട് താമസിക്കണം, മനസ്സിലായോ? കന്നാലികള് നീ കഴിവറ മോളെ, നിനക്ക് ആരാണ് ഇവിടെ കൂത്താടാൻ ലൈസൻസ് തന്നത്? നാക്കിറക്കി പോയാടി. എന്തിനാ നമ്മളെ വഴക്ക് പറയാനച്ചാ? അത് കള്ളു കുടിച്ചിട്ടല്ലേ? പണ്ട് അച്ഛനും കള്ളു കുടിക്കായിരുന്നു, എന്നിട്ട് വഴക്ക് പറയാറില്ലല്ലോ. ഈയിടെ തെമ്മാടി എടാ. എങ്ങനെ ദേ ഇവനെ വിളിച്ചോണ്ട് പോക്കോ, എല്ലാം ഇവിടെ ഇപ്പൊ ഇടി ഉണ്ടാവും. ഈ ചെക്കൻ അച്ഛനെ ശല്യപ്പെടുത്തരുത് കുട്ടി. മരത്തി കൊത്താനൊക്കെ അച്ഛൻ വരയ്ക്കല്ലേ. പാടാ കൂടി. ആ ആ എന്താ പറ്റി? ഒരാള് പിന്നപ്പുറത്ത്. ആര്? അറിയില്ല. ഇവിടെ വല്ല നായായിരിക്കും, ആളാൻ തോന്നിയതോ. എത്ര വട്ടായി ഞാൻ പറയണു ആ ഉമ്മർത്തെ വാതിൽ ശരിക്കും അടയുന്നില്ലാന്ന്. നായെ കണ്ടാ പേടിക്കണവർക്ക് വാതിൽ ശരിയൊക്കെ പേടി മാറുവോ? ഇങ്ങനെയായാലും എങ്ങനെയാ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥ എങ്ങനെ വന്നാ? അതിന് രഘുട്ടൻ എങ്ങിട്ടാ പോണത്? ശേ, വെറുതെ പറഞ്ഞല്ലേ പൊന്നെ. വാ. കഴിഞ്ഞ ഒറ്റ മിനിറ്റ്. ആ ഇവിടെ ആരുമില്ല. കിടക്കണ്. ഈശോയെ 7-ാം മുദ്ര തുറന്നിരിക്കോ? വാതിലുകൾ താനെ അടയും തുറക്കുകയും ചെയ്യുന്നല്ലേ പറഞ്ഞേക്കണേ. ഹേയ്, ബന്ധുട്ടോടെ വാതിലുണ്ടോ? ദാ കിടക്കണ്. എടാവേ ആ എണ്ണക്കുപ്പി എടുത്തേൻ. ഈശോയെ ഞാൻ എന്തൊട്ടേ കാണണേ. വാതില് തുറക്ക ഓപ്പണാവാ, തുറക്ക ഓപ്പണാവാ, തുറക്ക. കഴിഞ്ഞു. ആ ബന്ധുട്ടകളാവും നോക്കിണ്ടിരിക്കണേ. പോയി എണ്ണക്കുപ്പി എടുത്തോണ്ട് വരാൻ. കാര്യങ്ങൾ നന്നായിണ്ട് കേട്ടോ. ഒരു ചൂരും ചുണയുള്ള ആൺകുട്ടി മുക്കിൽ ആവശ്യണേ. ആന്റെ ഒപ്പം പറഞ്ഞു കേട്ടോ. അപ്പൊ ഹാൻഡിക്രാഫ്റ്റ് ആണല്ലേ? ഹൈ ജോലിയേ. അത് ശരി, ഹാൻഡിക്രാഫ്റ്റ്, കരകൗശലം. എന്തൊട്ട് കൗശലാച്ചാലും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പാശാരൻ എനിക്ക് നന്നായിട്ട് അറിയാടോ. ഒരു ജമ്മാർന്നു. മരത്തില് ഊഴിയാ പിടിച്ച അഴകല്ലേ കൊത്ത. പാവം തമ്പുരാൻ നേരത്തെ അങ്ങോട്ട് വിളിച്ചു. കിടാവിന്റെ പേരെന്താ? കിടാവിന്റെയോ? അങ്ക എന്നെ കൊറേ വട്ടായിട്ടോ കിടാവ് കിടാവെന്ന് വിളിക്കണു. ഞാനെന്താ പശുവിന്റെ കുട്ടിയാ? കിങ്ങിണി അല്ലെങ്കിൽ സായോജാന്ന് വിളിച്ചോ. കിടാവ് കൊള്ളാലോ, മിടിക്കട്ടോ. പൗലോടൊപ്പം ടൗണിലേക്കാ? ആ, എന്നോട് പോന്നോളൂ. ആ
ഞാൻ ഇതുവരെ ഈ കുന്ത്രണ്ടത്തുമ്പോ കേറിയിട്ടില്ലേ. വാ പിടിച്ചാ. എനിക്ക് പോലതാ പോലതാ പോലതാ. സാവധാൻ സാവധാൻ. ഇനി പോകലതാ. അയാൾ ആ പാവത്തിനെ സാവധാനിൽ നിൽക്കുമ്പോഴാണോടാ കന്നാലി പുകല ചോദിക്കണേ? പോകലതാടാ. പുകല വേണോ അല്ലേ? പട്ടി നിനക്ക് പുകല വേണോലടാ പൊട്ട? നിന്റെ കുടലയെ കുത്തി വീഴ്ത്തും. മാറിപ്പോയിക്കോ, കൊല്ലും ഞാൻ നിന്നെ. വാടാ. രാത്രി പതുങ്ങിടന്ന് പെണ്ണുങ്ങളെ പേടിപ്പിക്കാനും ഈ ഒന്നിനും കഴിയാത്ത മിണ്ടാപ്രാണിയെ തല്ലാനും ഏത് കോന്തനും കഴിയും. ആണുങ്ങളോടൊരു കൈ നോക്കാൻ കഴിയും. വാടാ, ആണാണെങ്കിൽ വാടാ. ഇനി മേലാൽ ഈ പരിസരത്തെങ്ങാൻ കണ്ടോണ്ടല്ലോ അരിഞ്ഞുകളാ ഞാൻ. നല്ല അസല ആൺകുട്ടി തന്നെ. ഈശോ ചോര. കുഞ്ഞ ഉമ്മ. ആ പറയുന്നതിന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. മറ്റേയാൾക്ക് നെറ്റിയിലൊരു സ്റ്റിച്ചും ഓരോന്ന് കേറി വരുന്നതേ. എന്തിനാ വിഷമിക്കണേ? ഒരു വിഷമമില്ല, എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. വഴക്കിന് പോവില്ല എന്ന് വാക്ക് തന്ന ആള് അത് ശരിക്കും പാലിക്കുന്നുണ്ടല്ലോ. ഇനി എന്നാ കുടി തുടങ്ങണേ? ഏയ് ഒരിക്കലും ഇല്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ കണ്ടില്ലെന്ന് വെക്ക? തെണ്ടിത്തരത്തിനൊരു അതിരില്ലേ? തലയ്ക്ക് വെളിവില്ലാത്ത മിണ്ടാപ്രാണെ തല്ലുമ്പോ നോക്കി നിൽക്കാൻ പറ്റിയില്ല. വല്ലാണ്ട് പൊള്ളിയാക്കണം. ജിജിക്കുട്ടിയെ, എന്തോ ആ തേനി എടുത്തേ. എന്ത് തേൻ തേൻ. എന്തിനാ മോനെ നാട്ടുകാരോട് പോലെ ഇറക്കാൻ പോണേ? ഞാൻ വാങ്ങി തരണില്ലേ? കൊല്ലും. ആരെ? ഈശ്വര, ഇവരെ ഞാൻ എവിടെ ഒളിപ്പിച്ച് വെച്ചാ രക്ഷിക്കുക? കുഞ്ഞായിരുന്നെങ്കിൽ മടിയിൽ പിടിച്ചിരുത്തി കാക്കയും പൂച്ചയും പറഞ്ഞ് പേടിപ്പിച്ച് ഒതുക്കി ഇരുത്തായിരുന്നു. നിന്റെ അമ്മ എനിക്ക് തന്ന ശിക്ഷ. പാവം, ഇതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ആ ആ ഇനി അച്ഛൻ ആ തേനും കൂടി അങ്ങോട്ട് തീർത്തോളൂ. നിന്റെ മുഖത്ത് പരട്ടാൻ വാങ്ങിച്ചു വെച്ചതാ അത്. എനിക്കൊരു സാധനം വാങ്ങി തരാൻ ഇവിടെ ആരുമില്ല. ഞാൻ നിങ്ങളുടെ മോളാണെന്ന് മറക്കണ്ട. എന്തൊരു സ്നേഹം. ആ ഇങ്ങനെ നാട്ടുകാരുടെ തല്ലു വാങ്ങി വരുമ്പോ ഇവിടെ കയറ്റിയിരുത്തി കൊഞ്ചിക്കണോണ്ടാ ദുശകനായിട്ട് കോലാലി ഇങ്ങനെ ഇരിക്കണത്. അശ്രീകരം. ഒരു പെൺകുട്ടി വളർന്നു വരിക, ആരെയും അന്വേഷിച്ച് വരണ്ടോ? തറവാടായിട്ട് ഭ്രാന്താന്നാ പറയാ. ആയ കാലത്ത് സംബന്ധമായിട്ട് നടക്കുമ്പോ ഓർക്കണം, അച്ഛൻ എവിടെയെങ്കിലും പോയി പെട്ട് കൂട്ടിക്കൊണ്ടെന്നാണെന്ന് ആരും കരുതില്ല. ഈ അമ്മ ഓടിയപ്പുറം. അശ്രീകരം ഇരിക്കണ കണ്ടില്ലേ? അമ്മ കൈ നോക്കണ, കൈ നോക്കണമ്മ. മലങ്കാവിലപ്പ ഇതാര്? തമ്പ്രാന്തൊടിയിലെ നാട് വിട്ടുപോയ ചെറിയമ്പ്രാളാ. ഇന്നത്തെ ദിവസം ഐശ്വര്യാണ്.
ആ കയ്യിങ്ങട് നീട്ടമ്മ നോക്കട്ട്. പ്രശ്നമാണമ്മ. വെട്ടും കുത്തും ചോരയും കാണണം. പക്ഷെ ആണ്ടവന്റെ വരപ്രസാദമുണ്ട്. നല്ല കാലം പടിപ്പുരയ്ക്ക് കാത്തു നിൽക്കുകയാണ്. ഒന്ന് കലങ്ങി തെളിയാനുണ്ട്. വീട്ടിലാൾക്ക് ചൂട് കൂടും, വീട്ടിലമ്മയ്ക്ക് പേടി കൂടും, കൊച്ചുമക്കൾക്ക് വെറുതെ മുട്ടും. 100 മേനി കൊയ്തു തന്ന അമ്മയാണ്. എന്നാ ഒരു നേരത്തെ അന്നത്തിന് മുട്ടുവനായ യോഗൻ. കാലന്റെ കണ്ണ് കാണുന്നുണ്ട് എന്നാ കയറെറിഞ്ഞാ കുടുങ്ങൂല. ചാവും ചാക്കാറും മുട്ടി നിൽക്കും. ആണ്ടവന്റെ നല്ല തുണയുണ്ട്. ഭാഗ്യം ചെയ്തവളാ. 100ന് 100 കുട്ടികള് നക്ഷത്രങ്ങളാണ്. കാറുമാറിയാ വെട്ടിത്തിളങ്ങും. നല്ല കാലത്തിന് യോഗണ്ട്. ഒരു പഴയ സാരിതാമ്മ. മ്രാള വീടിന്റെ ഐശ്വര്യം പോയിട്ടാ. കാശും പണം ഉണ്ടായിട്ട് എന്താണ്? മ്രാള വീടിന്റെ വിലക്കായിരുന്നില്ലേ? ഇപ്പൊ അവിടെ ആരൊക്കെ താമസം? വല്യമ്പ്രാള് മരിച്ചല്ല. നെയ്യമ്മയുടെ ചേട്ടമ്പ്രാളും ചേട്ടത്തി അമ്പ്രാളും 2 മക്കളും. നിങ്ങളന്ന് ഓടിപ്പോയി നന്നായിണ്ട്. ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ കുട്ടിയെ കൊന്നേനി. വല്ലപ്പോഴും പോലീസ് വേഷത്തിൽ വന്ന് നാടും കാടും വളക്കും. എല്ലാവർക്കും പേടിയായ. ഞാൻ പോട്ടെ ചെറിയമ്പ്രാളെ. അതൊന്നും പറഞ്ഞില്ലേ? ഐശ്വര്യം വരട്ടെ. മോളെ, ഇരിക്കും ഉണ്ണേട്ടാ. വേണ്ട കുട്ടിയെ, ഇരിക്കാനുള്ള സ്വസ്ഥത ഇപ്പൊ ഉണ്ണിയേട്ടനില്ല. അത്രയ്ക്ക് കടുങ്കൈ ചെയ്തിട്ടാ ഞാനിപ്പോ വരണേ. ഞാനതങ്ങോട്ട് ചെയ്തു. കൊല്ലണേന് തുല്യാണെന്നറിയാം. എന്നാലും ഇവിടെ നാട്ടുകാരുടെ അടിയും കുത്തും കൊള്ളണേലും നല്ലതാ. എന്താ ചെയ്തേ? പ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കി. ചങ്ങലക്കിട്ടോ മുറിയിൽ പൂട്ടിയിട്ടോ നിർത്താനുള്ള സൂക്കേടില്ല. ഇനി അങ്ങനെ ചെയ്യാച്ചാലും എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അവിടെ കിടക്കട്ടെ, കണ്ണിന് നേരെ കാണണ്ടല്ലോ. ഇതിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്റെ മോനെ ഉറക്കിക്കിടത്തി അതേ മുറിയിൽ കെട്ടി തൂങ്ങി അവന്റെ അമ്മ മരിച്ചത്. ഞാൻ നോക്കില്ല എന്നോ ചെല്ലില്ല എന്നോ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ടാവേ. എന്നാ കുട്ടിയെ കൂടെ അങ്ങോട്ട് കൊല്ലാനുള്ള കാരുണ്യം അവള് കാണിച്ചില്ല. അനുഭവിക്ക ഇപ്പോ. ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു. ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരീജ വിലോചനേ ബാലേ മിഥീലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. എന്താ ശോഭേ? ദുസ്വപ്നം കണ്ടിട്ടുണ്ടാവും. വേണ്ടാത്തൊക്കെ ആലോചിച്ച് കിടന്നിട്ടല്ലേ? എന്താ കണ്ടേ? ഒന്നുമില്ല, വല്ലാത്ത പേടി. എന്തോ സംഭവിക്കാൻ പോണ പോലെ. ധൈര്യം മനസ്സിൽ സ്വയം തോന്നേണ്ടതാ. മറ്റാർക്കും അത് പകർന്നു തരാൻ പറ്റില്ല എന്ന് നീ ആദ്യം മനസ്സിലാക്ക്. നിന്റെ ഒരു കാര്യം. വാ കിടക്ക്. എന്നെ നിന്റെ ചേട്ടനെ അവമാനിച്ച് വല്ല അമ്പോക്കിയുടെയും കൂടെ ഇറങ്ങിപ്പോയി നീ ഒന്നും ഗതി പിടിക്കില്ലടി. ആ കാമദേവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നീ എന്താ ഉണ്ടാക്കിയേ? കമ്പനിയിലും തട്ടാൻകോപിയുടെ ബ്ലേഡിലും അവൻ പലിശയ്ക്ക് വാങ്ങിച്ച പണത്തിന്റെ കണക്ക് എനിക്ക് അറിയാടി. ചേട്ടത്തിമ്മ കയറിയിരിക്കുക. ആ കുറത്തി പറഞ്ഞിട്ടാ ഞാൻ അറിയണേ. മുമ്പ് പറഞ്ഞെങ്കിൽ ഈ നാട്ടിൽ കാലം ഒത്തിക്കില്ലായിരുന്നു. നീ കാരണം ചില്ലറ നാണക്കാടെന്നല്ല ഞങ്ങൾ സഹിക്കണേ.
നീ ഇനി അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ. അറിഞ്ഞിട്ട് കെട്ടിലമ്മ കൊട്ടാരം വാങ്ങിച്ച് പാർപ്പ് തുടങ്ങിയത്. അയാളിവിടെ വന്ന് നിന്നോടോ എമ്പോക്കിയോട് പകരം ചോദിച്ചില്ല അച്ഛോ. എന്നെ താ ഞൊട്ടി വിളിച്ചോ. മന്ത്രിയുടെ ഗൺമാനപ്പ അയാള്, സൂക്ഷിച്ചോ. ഓലപ്പാമ്പ് കാണിച്ച പേടിക്കണ ഒരു കോന്തറുണ്ടല്ലോ വീട്ടില്. നിങ്ങളുടെ നായര് ഈ തീയും പുകയൊക്കെ അവിടെ മതി. പകരം ചോദിക്കാൻ ഗവൺമെന്റ് രാഘവൻ നായരല്ല, മന്ത്രി തന്നെ വന്നാൽ ഇവിടെ പുല്ല. ഏടത്തിയമ്മ ഇപ്പൊ വന്ന വഴിക്ക് തന്നെ പോണം. അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. തന്റെ ഒക്കെ തറയിൽ ചവിട്ടിയാലേ കുളിക്കണം. കൊപ്രപ്പിണ്ണൊക്കെ എന്താ വഴക്ക് പറയാത്തെ? വഴക്ക് ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ടപ്പ വഴക്കൊക്കെ പറയണേ? പെണക്ക ഹായ്, എന്തുകൊണ്ടാ പിണങ്ങണേ? അതല്ല, എന്തോ പ്രശ്നമുണ്ട്. ഒഴിഞ്ഞു മാറി നടത്താം, വലിയ ഗൗരവം. ഡാൻസ് ക്ലാസ് കഴിയുമ്പോ വരാറുള്ളതാണല്ലോ. ഇപ്പൊ കാണാനേ ഇല്ലെന്ന് പറഞ്ഞ പോലെയാ. എന്താ? ഇങ്ങനൊക്കെ വരാനും കാണാനും വഴക്കടിക്കാനും നമ്മള് തമ്മിൽ എന്തുട്ട ബന്ധം? ഒന്നുമില്ല. ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആലോചിക്കുമ്പോ ഒരു പിടിയും കിട്ടണില്ലേ? ഞങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. കോളേജിൽ പഠിത്തം, ഡാൻസ്, തറവാട്, പണം. മൂടിനെ നോക്കണേ, ചക്കാട്ടണേ കൊപ്രപ്പിണ്ണാക്ക ആരാ? നീ അങ്ങോട്ട് വിളിച്ചൂട്. എന്തുകൊണ്ടപ്പം ഞാൻ ദേഷ്യം പിടിക്കണേ? ദേഷ്യം പിടിച്ച കൊപ്രപ്പിണ്ണാക്ക് പിണ്ണാക്കല്ലാണ്ടാവോ? മാറിയെടുക്കണു. ശരിയെന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പോഴല്ലേ മനസ്സിലായേ. പക്ഷെ ആന്റെ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആരില്ലാണ്ടായ പോലെ തോന്നിയത്, അറിയോ? കാര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോ എന്തിനാ കരയണേ? എന്ത് ബന്ധമുണ്ടെന്നപ്പോ ഞാൻ പറയാ. കൊപ്പരപ്പിണ്ണാക്കിന്ന് വല്ലപ്പോഴും വിളിക്കണ കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. ഇടയ്ക്കൊക്കെ വിളിച്ചോളൂ കേട്ടോ. ഞാനങ്ങോട്ട് വരായിരുന്നു. ചേട്ടായോടൊരു കാര്യം പറയണ്ടായിരുന്നു. ഒരു ബിസിനസ് കാര്യാണേ. എന്താ പറഞ്ഞോളൂ. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ വരാം. ചേട്ടായി അറിഞ്ഞാ നമ്മുടെ പട്ടാളം പറഞ്ഞ സ്ഥലം വിട്ടു. കിട്ടേണ്ടത് കിട്ടിയപ്പോ പോകേണ്ടവർക്ക് പോവാലോ. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞൊരു വരവ് വരും. അത് സ്ഥിരം പതിവാ. നേരം ഈ വിരല് മടക്കി പിടിക്കണം. ചേട്ടേരെ, ഞാനിപ്പോ വരാട്ടോ. ചേട്ടത്തിയാരെ കേക്കണ, കുറച്ച് ചക്രം അങ്ങോട്ട് വീശപ്പോ ഏറെ പിടിച്ചിരുന്നങ്ങോട്ട് അളവിച്ചു. നിനക്കത് നേരത്തെ ചെയ്യാറുന്നില്ലടാന്ന്. എന്നാ പിടിച്ചോ. റേഷൻ കാർഡ്, മണ്ണെണ്ണ പെർമിറ്റ്, കരണ്ട് കാർഡ്. ഇനി ഒരു വീശും കൂടെ അങ്ങോട്ട് വീശിയ ഈ വകുപ്പിനൊക്കെ ഇവിടെ പഠിക്കാൻ കെട്ടിടാം. പക്ഷെ കന്നാലോട് ഇതിലും ഭേദട്ടാ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്തിട്ട് ആന്റപ്പൻ എന്താ കിട്ടണേ? ഇതിപ്പോ എന്തുട്ടാലും കിട്ടാൻ ആളോട് ഉപകാരം ചെയ്യണേ. ഈ ആന്റപ്പൻ ആരുമില്ലേ? പിണ്ണാക്ക്, കൊപ്പര പിണ്ണാക്ക. പിന്നെങ്ങനെ ആർക്കെങ്കിലും നമ്മൾ ആവശ്യമാണെന്ന് കാണുമ്പോ തന്നെ ഇവിടെ തണവാ. ആന്റപ്പൻ ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? പൊന്നുപോലത്തെ ഒരു ഇളയപ്പനുണ്ടല്ലോ. പിന്നെ ഞങ്ങളും. ഈ ചീച്ചേച്ചിയാ അങ്ങളെ കൊപ്രപ്പിണ്ണാക്കേന്ന് വിളിക്കണേ. ചിലതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേണ്ട കുട്ടികളെ, ഓരോ മോഹങ്ങളും നേടുമ്പോ അതിനൊപ്പം വലിയ വെല്ലുവിളി ഉണ്ടാവും. നിങ്ങൾക്കൊന്നത് താങ്ങാൻ പറ്റില്ല. പിന്നെ എന്റെ ക്ലാസ് മുടക്കാനുള്ള ഇട വരുത്തരുത്. ആളുകളെ കൊണ്ട് പറയിപ്പിക്കോ? ഇൻസ്റ്റാൾമെന്റ് അങ്ങളെ ടിവി ഉണ്ടാ? ഉണ്ടല്ലോ. ഒരു വാക്കിങ് പറഞ്ഞ നാളേക്ക് നാളെ എത്തിക്കാലോ. 3000 രൂപ ആദ്യം കേടു, പിന്നെ 50 രൂപ ഇൻസ്റ്റാൾമെന്റ് അടച്ച് ടോട്ടല് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിറ്റേലും ഫ്രീ ആയിട്ട് കൊണ്ടരട്ടെ. ഹൈ, ഈ ചേർത്തേരെന്തൊന്നും മിണ്ടാത്തനേ. വരുന്നു, നേരിട്ട് ചോദിച്ചോളൂ. അച്ഛാ, ഇൻസ്റ്റാൾമെന്റ് അങ്ങളെ ടിവി അഡ്ജസ്റ്റ് ചെയ്യത്രേ. വാങ്ങാ. നമുക്ക് ടിവി വാങ്ങച്ചാ. എനിക്ക് ക്രിക്കറ്റ് കാണണം. ഇക്കാലത്ത് ടി വി ഇല്ലാത്ത വീട് കാണാൻ പറ്റില്ലേ? കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ നാളെ ഒന്ന് ഫിറ്റ് ചെയ്യാല്ലേ. 3000 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. താൻ മനുഷ്യനെ വെറുതെ വിടില്ലല്ലേ. ഇപ്പൊ വേണ്ട. കാശ് ഇപ്പൊ ആരാ ചോദിച്ചേ? ഞാൻ ഒന്ന് ഫിറ്റ് ചെയ്യും. കാശ് മറ്റന്നാളോ പിറ്റന്നാളോ തന്നാ മതിയെന്ന്.
എവിടുന്നാ ഇപ്പൊ ടി വി ഒക്കെ വാങ്ങാൻ കാശ്? കുഞ്ഞിന്റെ കിങ്ങിയുടെ സന്തോഷം കണ്ടു. അതല്ലാതെ നമുക്ക് വേറെന്താ ഉള്ളത്? കാശൊക്കെ എങ്ങനെയും ഉണ്ടാക്കാം. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പും ഒന്നും ജീവിച്ചിണ്ടാവുന്ന തോന്നുന്നേ. അല്ല, രണ്ടാളുടെ ജീവിതം ഒരുപോലെ ഉണ്ടേ. ചക്കിന് ചുറ്റും തിരി തന്നെ എന്തൊരു സുഖമുള്ള ജീവിതം അല്ലേ? ചിരിക്കല്ലേ വലിയ രസല്ലേട്ടാ കള്ളി. നെയ്യ് വിളിച്ച ഓരോ തോന്നല്ലേ. കൊപ്രപ്പനൊക്കെ പോവാ. കൊപ്രപ്പിണ്ണാക്ക് ആരാ? പറടി ആരാന്ന്. എന്റെ എന്റെ പറഞ്ഞൂടങ്ങട്ട്. എന്റെ എന്റെ പെൺ പോയി. രഘു, നീ ഇങ്ങോട്ട് വന്നേ. എന്താ എന്ത് പറ്റി ചാക്കുണ്ണിയേട്ടാ? അതൊന്നും പറയണ്ട ഇഷ്ട. ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചോട്ടോ. എന്താ? കേട്ടിട്ട് പയക്കൊന്നും വേണ്ട. സംഗതി ആകെ പ്രശ്നമായിണ്ട്. കാര്യം പറ. കർത്താവ് കഴിഞ്ഞു തരുന്നത് 2 കൈയും നീട്ടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കിട്ടിയിടപ്പ വാങ്ങി വെക്കുകയും ചെയ്തു. വന്നിണ്ട്, മനസ്സിലായ? കാലം വന്നിണ്ടെന്ന്. രാഘവൻ നായരേ, തൃത്തല്ലൂര് ഗോഡൗണിൽ അരി ഇറക്കാറുണ്ട് ഇഷ്ട. ജീപ്പാ കൊണ്ടാ നിർത്തി അങ്ങോട്ട് പൊട്ടിക്കാനാ തുടങ്ങി. ഞാനായിട്ടാ നിന്നെ കൊണ്ടുപോയെന്നും ഇപ്പൊ കൊണ്ടുവന്നെന്നും ആരോ ഒറ്റ കൊടുത്തിരിക്കണു. യൂണിയൻകാരുള്ളോണ്ട് ഒരു പൊടിക്ക് ജീവൻ കിട്ടിയെന്ന് പറഞ്ഞാ മതി. മോനെ, രക്ഷയ്ക്ക് വല്ലതും കരുതിക്കോട്ടോ. ആ പന്നി 2 കെട്ട ഇറക്കാറിങ്ങിരിക്കണേ. എനിക്കിപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് പോണേ, ചരക്കെടുക്കാൻ്റെ. സൂക്ഷിച്ചോട്ടെ മോനെ. വണ്ടി വന്ന ശബ്ദം കേട്ടൂല്ലോ. നമ്മുടെ ചാക്കുണ്ണിയേട്ടനാ അന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് കാശ് വാങ്ങാൻ വന്നതാ. അയാളല്ലേ കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞ? അല്ല, ഇപ്പൊ എന്തോ അത്യാവശ്യം അത്രേ. മതി ടി വി കണ്ടത്, പോയി കിടക്കാൻ നോക്ക് കിങ്ങിണി. എന്നോട് കാശിന്റെ കാര്യം ഒന്നും രഘുവട്ടം പറയാറില്ല. അന്ന് ചേട്ടത്തിമ്മ വന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയി. ബ്ലേഡിലും കമ്പനിയിലും ഒക്കെ കടം വാങ്ങി ഈ വീട് മേടിച്ചെന്ന് അസൂയ പറഞ്ഞാന്ന് എനിക്ക് തോന്നി. അതെ, നീ ഇനി അതും ഇതും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട. അയാള് പിന്നെ വന്നെന്നാ തോന്നുന്നേ. നീ പോയി കിടന്നോളൂ, ഞാൻ നോക്കിട്ട് വരാം.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്നെ ശരിക്കും നേരിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അന്ന് ഗുരുവായൂർ അമ്പലനടക്കിൽ വെച്ചിട്ട് തീരുമാനാണേ. എവിടാ എന്റെ പെണ്ണ്? ഞാനൊന്ന് ശരിക്കും കാണട്ടെ അവളെ. തന്റെ വീട്ടിൽ പെണ്ണുങ്ങളായിട്ട് ആരുമില്ലേ കാണാൻ ഇത്ര ആഗ്രഹം? ചെകുട്ട വേണ്ട ആരെ? വേണ്ട ചെകുട്ട. ചെകുട്ട, അകത്തേക്ക് വരൂ. ചെകുട്ട, ഞാൻ പറയുന്നത്. ചെകുട്ട. ചെകുട്ട. ചെകുട്ട, വാതിൽ തുറക്ക്. ഹായ്, എന്തൊരു സ്നേഹാവക്ക്. പുലി പുലി പോലെ ചീറല്ലേ. അവളെ ഇങ്ങോട്ട് ഇറക്കി വിടറാ. അടുത്തു വരരുത്. എല്ലാം നിർത്തി നല്ലവനായി ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിയവനാ ഞാൻ. എന്നെ വിടക്കാക്കരുത്. നീ വെടക്കാവണ്ടാ. തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ ഈ ഒരാഴ്ച ഞാനുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാം. നീ കരടായിട്ട് നിക്കാണ്ട് എനിക്കുള്ള നോണും ഫുള്ളും ഒക്കെ ഒരുക്കി വെച്ച് കുട്ടികളെയും കുട്ടി ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോടാ. നീ ആള് കൊള്ളാനോടാ മോനെ. പക്ഷെ എന്റെ പെണ്ണിനെ വെച്ച് അധികാരം പൊറുക്കാൻ പാടില്ലാട്ടാ. നായിന്റെ മോനെ, നിന്നെ കാണാൻ തന്നെയാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഇനി നിനക്ക് അധിക ദിവസമില്ലെന്ന് കൂട്ടിക്കോ. പിന്നെ നീ എന്നെ മൂക്കി വലിക്കും. വരട്ടെ പെണ്ണെ, തീർന്നില്ല, ഞാൻ വീണ്ടും വരും. ചേട്ടായി വന്നില്ലേ? ഇല്ല, എത്തിയിട്ടില്ല. ഹായ്, ഞാൻ കാശിന് വന്നോന്നല്ലാട്ടോ. ഇതൊക്കെ ഈ ഇൻസ്റ്റാൾമെന്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഞാൻ പിന്നെ വരണുണ്ട്. ആ. ഇത് കുട്ടികൾക്ക് കൊടുത്തോളി. ഇത്തിരി കപ്പലണ്ടീന്റെ മിഠായിയ. അല്ല, രഘു വന്നില്ലേ? ഇല്ല. ഇന്ന് ഇവിടെ എവിടെയും കണ്ടില്ല. എങ്ങോട്ടോ പോണോന്ന് പറഞ്ഞ് രാവിലെ പോയതാ. സന്ധ്യയ്ക്ക് മുമ്പ് എത്താന്ന് പറഞ്ഞിരുന്നു. കാണാനില്ല. വരൂന്ന്. കുട്ടി ബേജാറാവണ്ട. നമസ്കാരം. പ്രധാന വാർത്തകൾ. G15 ഉച്ചകോടിക്ക് ഇന്ന് കെയ്റോയിൽ തുടക്കം. റേഷൻ ഷോപ്പ് ഉടമകൾക്ക് ധനസഹായം ലഭ്യമാക്കുമെന്ന് ധനകാര്യമന്ത്രി. എക്സൈസ് മന്ത്രിയുടെ ഗൺമാൻ കൊല ചെയ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. G15 രാഷ്ട്രങ്ങളുടെ 8ാമത് ഉച്ചകോടി തിങ്കളാഴ്ച കെയ്റോയിൽ ആരംഭിക്കും. ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഉപരാഷ്ട്രപതി ശ്രീ കൃഷ്ണൻകാന്താണ്. റേഷൻ ഷോപ്പ് ഉടമകൾക്ക് ധനസഹായം ലഭ്യമാക്കുമെന്ന് ധനകാര്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. എക്സൈസ് മന്ത്രിയുടെ ഗൺമാൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ടു. തൃശൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് അബ്കാരി സമരം ഒത്തുതീർക്കുന്നതിന് മുന്നോടിയായി മന്ത്രി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തവെയാണ് സംഭവമുണ്ടായത്. കൊല്ലപ്പെട്ട രാഘവൻ നായർക്ക് 45 വയസ്സ് പ്രായമുണ്ട്. പരേതൻ മന്ത്രിയുടെ ഗൺമാനായി 5 വർഷം സേവനമനുഷ്ഠിച്ചിരുന്നു. ശരീരത്തിൽ 20ഓളം വെട്ടുകൊണ്ട മുറിവുകളോടെ ഗസ്റ്റ് ഹൌസിന് പിന്നിലെ ഒഴിഞ്ഞ സ്ഥലത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മന്ത്രിക്ക് നേരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് കൊല നടന്നതെന്ന് പാർട്ടി വൃത്തങ്ങൾ ആരോപിച്ചു. മറിച്ച് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് ഭാഷ്യം. എന്താ ഇത്? എന്ത് പറ്റി? ഈശ്വര,
ഇത്ര വൈകി? എങ്ങട്ടാ പോയത്? അമ്മകനി മണിതന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലെ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും അമ്മകനി അന്റെപ്പാ ഷാപ്പിലിപ്പോ നല്ല അസലലികൾ വന്നുണ്ടാവും. പോയി 2 കൊട അങ്ങോട്ട് വീശാലോ നമുക്ക്. നേരം വെളുക്കുമ്പോ തന്നെയാ എന്തായാലേ നാവല്ലേ ആയിക്കൂടെ അങ്ങോട്ട് വിഷമിക്കുമ്പോ ഓരോ കൊട അങ്ങോട്ട് വീശിയ എന്താ ആശ്വാസം അല്ലേ? ആകെ ഒരു ഇതില്ലെന്നേ കൊരഞ്ഞ് ഉള്ളു വേവുമ്പോ കളറൊന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നോട്. പോയി 2 കൊന്തെത്തിക്കട പോത്തെ. കുറച്ചു ദിവസമായിട്ട് എന്റെ ക്ലാവിന്റെ മോന്തയ്ക്കൊരു തെളിവില്ലല്ലോ. എന്തു പറ്റി എന്റെ കർത്താവേ? ഞാൻ പവലോ. ഓ കേട്ടപ്പോ വിശ്വാസമായില്ല, സംശയം തോന്നുകയും ചെയ്തു. ഇപ്പൊ പീഡിയമുറിയുടെ മുമ്പിൽ ആളോട് പറഞ്ഞു കേട്ടപ്പോഴാ ശരിയായിരിക്കും തോന്നിയത്. അവനത് ചെയ്തോടാ. ഈശോയെ ചെയ്തോ? ആണ്ടപ്പാ ഇവിടെ വാണ നീ. എനിക്ക് അപ്പഴേ തോന്നിണ്ടാ മോനെ നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ഇറങ്ങി വാണ ഇവിടെ. എളേപ്പാ വേണ്ട, കാളപ്പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കണ്ട. ചെങ്ങായി ഞാൻ എന്തുട്ട് ചെയ്തു പറഞ്ഞേ? ഇവനല്ല, മറ്റവൻ. ആര്? ഇന്നലെ രാത്രി ടിവിയിൽ കണ്ടു, ഇന്നിപ്പോ പത്രത്തിലുണ്ട്. രാഘവൻ നായരെ കുത്തിക്കൊന്നതേ. ആര്? എടോ ഇതാരാ ചെയ്തേന്ന്? രഘു ആന്നാ നാട്ടിലെല്ലാരും പറയണേ. 10-20 വെട്ടും കുത്തും ഉണ്ടത്രേ. രഘു ഇന്നലെ മേത്ത് ചോരയും പാടും ഒക്കെ ആയിട്ട് അർദ്ധരാത്രിയാ വന്നത്. കണ്ടവരുണ്ട്. അല്ല, ഉണ്ണിയേട്ടനോട് ആരാത് പറഞ്ഞേ? അവിടെ എല്ലാവരും ഇത് തന്നെ പറയണുള്ളൂന്നേ. ഞാൻ അവിടം വരെ പോയി ഒന്ന് നോക്കിയാലോ? എളപ്പൻ ചെല്ല്. ഇവിടെ ആരുമില്ലേ? പൗരളപ്പനാണ് കുട്ടിയെ. പൗലിയളേപ്പൻ എന്താ രാവിലെ തന്നെ? അല്ല പിന്നെ കുപ്പിയെടുത്തോളൂ. അല്ല രഘുന്ന് പോയില്ലേ? വണ്ടി ഉണ്ടല്ലോ. ഹൈ, വണ്ടിയുടെ മോന്തം ഞളങ്ങിണ്ടല്ലോ. ഇതെന്തു പറ്റി? ഇവിടെ ഇല്ലേ? എണീറ്റിട്ടില്ല, ഇന്നലെ വൈകിയാ വന്നത്. എണ്ണ തീർന്നിട്ടില്ല, മെനഞ്ഞാന്നല്ലേ തന്നത്. എന്താ മോള് വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. എന്താ അമ്മേ? അച്ഛന് വയ്യേ? എനിക്കണില്ലല്ലോ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ. സായിവേ, ഇൻസ്റ്റാൾമെന്റ് വന്നിട്ടുണ്ടാ? സായി പറഞ്ഞില്ലേ നമ്മുടെ വിഷപ്പട്ടി പറയുന്നതിന്റെ ബോസ് രാഘവൻ നായർക്ക് മോഷണം കിട്ടിയത്? ആകെ മൊത്തം വെട്ടും കുത്തും ആയിട്ട് ഡിസൈനൊക്കെ അങ്ങോട്ട് വിറ്റെന്ന്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനില്ലേ ശവികൾക്ക്? വേണ്ടപ്പാ, ആകെ ഒരു മൂടൗട്ട് തോന്നണ്ടാ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ ഒരു പനങ്ങൾ അങ്ങോട്ട് വീശിയാല. മിണ്ടാതെ പൊക്കോടുന്ന്. തന്നെ നേരെ വെളുക്കുമ്പോ തന്നെ ആൾക്കാരൊക്കെ കണ്ണുകളെന്ന് പറയണേ. ഐ വേണ്ടെങ്കി വേണ്ടേ, നീ കിടന്ന് കുറച്ച് ചാണ്ടാ പോത്തെ. ആ നമ്മുടെ ചേട്ടായി ഒരു TV അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുട്ടോ. ഞാൻ പിറകെ നടന്ന് ഒടുവിലൊരു മൂളന് കിട്ടിയണ്ട് സായിവേ. ആ കുരിപ്പ് പോയിട്ടുണ്ടാവോ? കാശിട്ടാണ്ടേ. താനിപ്പോ അങ്ങോട്ട് പോണ്ടോ? എന്തേ? 2 ദിവസം കഴിയട്ടെ, തന്റെ കാശ് അവരെ തരാണ്ടിരിക്കില്ല പോരെ? ഞാനും കേട്ടൂലൊരു കരന്യൂസ്. എന്തുട്രാണ്ടപ്പുണ്ടായേ? ഇപ്പൊ അങ്ങോട്ട് പോകാൻ റഹിമാറേ. ഓല അല്ലെങ്കിൽ തന്നെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. അച്ഛാ അച്ഛാ,
കുട്ടികൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. കരയണ്ട. ഒരു വട്ടം കൂടി പഴയ പോലെ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. കരയല്ല ശോഭ, ഒക്കെ പറയാം. പേടിക്കാനൊന്നുമില്ലേ? അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും രഘുവേട്ടൻ എന്നെയും മക്കളെ ഓർത്തില്ല. ഞങ്ങളെ അങ്ങനെ കൊല്ലായിരുന്നില്ലേ? എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നിയിരുന്നു. ഇങ്ങനെയാവുന്ന കരുതിയില്ല. രഘുവേട്ടനെ മാത്രം വിശ്വസിച്ചിറങ്ങിയവളാ ഞാൻ. എന്തേലും പറ്റിയ പിന്നെ ഞാനും കുട്ടികളും ജീവിച്ചിരിക്കില്ല. രഘുവേട്ടന്റെ മനസ്സിൽ പകയും പകരം വീട്ടിലും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ. ഇറങ്ങി പട്ടി. എന്താ കാര്യം? പോലീസുകാരനെ കൊണ്ട് നിന്നെ മറ്റൊന്ന് ഞങ്ങൾ ഉമ്മ വയ്ക്കാൻ വേണ്ടി. ഒന്നാണ് മാറിയെന്നേ. എന്തുട്ടാ നിങ്ങൾ ഈ അറവുശാലയുടെ മുകളിൽ കഴുകൻ കിടന്ന് വട്ടം പറക്കണ പോലെ ഇങ്ങനെ കിടന്ന് പരുങ്ങണേ? എന്തുട്ടാ കാര്യം? ആ ഡോക്ടർ ഇതിനകത്ത് സ്വസ്ഥായിട്ടൊന്ന് പരിശോധിച്ചോട്ടാ. പോലീസുകാരുടെ വക 3 നേരം, നാട്ടുകാരുടെ വക മുതലക്കണ്ണീര്. ആ പെങ്ങളെ എന്നുള്ള വിളിയ കേൾക്കുമ്പോ കല്യാ വരണേ. മാറിക്കണ അവിടുന്ന്. ആന്റപ്പ നീ ആ ബില്ലടച്ചൊരു വണ്ടിയും വിളിച്ച് വരണ്ടോ? ഇവറ്റേടെ അതിനെ പിന്നെയും പ്രാന്താക്കും. ടെൻഷൻ നിൽക്കുന്നിടത്തോളം ശ്രദ്ധിക്കണം. രാത്രി കഴിക്കാനുള്ള ഉറക്കഗുളിക എഴുതിയിട്ടുണ്ട്, കൂടാതെ ട്രാങ്കുലൈസർ. ഒന്നും രോഗിയുടെ അടുത്ത് വയ്ക്കരുത്. കൂടുതൽ എടുത്തു കഴിച്ചാൽ അപകടമെന്നർത്ഥം. പിന്നെ പ്രശ്നം വല്ലതുണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ. എല്ലാം ഒരു രാഷ്ട്രീയ കളിയാ പെങ്ങളെ. ഭാഗ്യത്തിന് നമ്മുടെ മന്ത്രി രക്ഷപ്പെട്ടു. മറ്റേ ഗ്രൂപ്പിന്റെ തന്ത്രങ്ങൾ ഞങ്ങൾ പൊളിക്കും. പെങ്ങളൊരു പത്രസമ്മേളനത്തിന് ഒപ്പം വന്നാൽ മാത്രം മതി. മരിച്ച രാഘവൻ നായര് നിങ്ങളുടെ ഭർത്താവുമായി മുൻവൈരാഗ്യമെല്ലാം മറന്ന് നല്ല സ്നേഹത്തിലായിരുന്നെന്നും ഞങ്ങളായിട്ട് മുൻവൈരാഗ്യമൊന്നും ഇല്ലെന്നും ഇടയ്ക്ക് വല്ലപ്പോഴും 1-2 ദിവസം വീട്ടിൽ തങ്ങാറ് പോലും ഉണ്ടെന്നും. ചെറ്റോളെ, നിങ്ങൾക്കില്ലേ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും? പൊട്ടി മുളച്ച ജാതികള്. ഇറങ്ങി പോണാവിടുന്ന്. തിളക്കല്ലേ കാരണവരെ? കൊണ്ട് നടക്ക്. നല്ല പ്രായം. മോള് തയ്യാറായിക്കോ, ഡിസ്ചാർജ് ആയിരുന്നു. കാലമായിട്ട് ഞങ്ങളെ ജഗോത്തമ്മനൊന്ന് കാണാൻ പറ്റുമോ? അയാളുടെ ഭാര്യനെ ആശുപത്രിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുണ്ടേ, അതൊന്ന് പറയാന്. ആശുപത്രിയിൽ നിന്ന് പെറ്റു കൂട്ടിക്കൊണ്ടുവന്നത് പറയാൻ ഇത് താൻ ഉദ്ദേശിച്ച സ്ഥലമല്ല, പോലീസ് സ്റ്റേഷനാ. ഇറങ്ങി പോടോ. അല്ല, അയാൾക്ക് സ്വന്തവും ബന്ധവുമായിട്ട് വിവരമുള്ളവരൊന്നും ഇല്ലേ? എന്നാ താൻ പോയിട്ട് നല്ല വക്കീലിനെ കണ്ട് ജാമ്യത്തിന് അപേക്ഷിക്ക്. എസ് ഐ വരാണ്ട് കാണാൻ പറ്റില്ല. ആള് റിമാൻഡില്ല. ആണല്ലേ? അതറിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ടാവുന്ന കരുതിയേ. അല്ല, ഏതപ്പോ നല്ല വക്കീല്? കോടതി പഠിക്കാൻ അന്വേഷിക്കണോ? അതിപ്പോ എന്താണോ? ഒന്നുമില്ല. കേസ് ഇത്രയും പ്രമാദമാണെന്ന് നിങ്ങൾ എന്നെ പറയണു.
അപ്പൊ ജാമ്യം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത്ര കണ്ട് പണച്ചെലവും കൂടും. ഒക്കെ ആലോചിച്ചുറപ്പിച്ച് വന്നാൽ മതി. വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്. പൊയ്ക്കോളൂ. എന്തൊക്കെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്. അത് ഇവിടെ അല്ല, കന്നാലി ചന്തയിൽ പോണ്ടി വരും. നിങ്ങളൊക്കെ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. ചൂടാവണ്ടോ, ഞങ്ങൾക്കൊന്നും ഇതിനെപ്പറ്റി വലിയ പരിചയമില്ലേ. തനി നാട്ടുമ്പുറത്തുകാരാ. നിയമം എല്ലാവർക്കും ഒന്ന് തന്നെയാ. പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ പരിചയം ഉണ്ടാവണേ. കൂടുതൽ പരിചയമായ പണം കൈവച്ച് ഇടയ്ക്കൊക്കെ കൊല ചെയ്യാൻ തോന്നും. ആ ചെല്ല്, എല്ലാം ആലോചിച്ചുറപ്പിച്ച് വന്നാൽ മതി. ആ അമ്മേ, മോളെ കിടക്കാൻ നോക്കിക്കോളൂ. അമ്മ കഴിച്ചോളാം. എന്താ അമ്മേ രാത്രി ഉറങ്ങാണ്ടിരുന്നാല് നീ സൂക്കേട് വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഞങ്ങൾക്ക് ആരാ ഉണ്ടാവുക? കഴിക്കമ്മേ. മതി കുഞ്ഞാ വരച്ചത്. ഈ നെക്ലസ് മറിച്ചത് ശരിയാവണല്ലോ അമ്മേ. അച്ഛൻ മറിച്ചതാന്ന് പറഞ്ഞതാ. എന്തമ്മേ അച്ഛൻ വരാത്തെ? നാളെ വരും. അമ്മ വെറുതെ പറയാ. അച്ഛനെ കൊണ്ടുവരാൻ പോലീസിന് കാശ് കൊടുക്കാൻ തികഞ്ഞില്ലാന്ന് അങ്കിളിനോട് പറയണ ഞാൻ കേട്ടൂലോ. ഇപ്പൊ തികഞ്ഞു. പണയം വെക്കണ്ട, വിട്ടോളൂ. എന്നാലേ വിചാരിച്ചത്രയും കിട്ടൂ. അപ്പോഴും മതിയോ ചേർത്തേരെ? കുറച്ച് കയ്യിലുണ്ട്, വേഗം പോയി വാ. താക്കോല്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടാളും ചേച്ചി വലയ്ക്കരുത് കേട്ടോ. കോടതി പോവാ. ഇന്ന് ജാമ്യത്തിന്റെ വിവരം അറിയും. ജാമ്യം നിൽക്കാൻ ആരാ കൂടെ വരണേ? പൗലേണപ്പൻ. പുതിയ ബന്ധുവിനെ കിട്ടിയത് നന്നായി. വാ. ദേ ഇതൊന്നും ശീലാക്കണ്ട. ഡാൻസ് പഠിക്കണോടത്തുള്ള കൂട്ടുമതി. കാരണവന്മാരെയും തറവാടിനെയും ധിക്കരിച്ച ജാതിയാ ഇപ്പൊ കൊലയും കൊള്ളേ. എങ്ങനെയാ 4 കാശ് വരുമാനം ഉള്ളത് ഇല്ലാണ്ടാക്കാന്ന് വെച്ചാ ക്ലാസ്സിന് എപ്പോഴും നിന്നെ പറഞ്ഞയക്കണേ. ഛേ, മാറി കൂട്ടിയെ. നീ ഇവറ്റാളെ കൊണ്ട് വല്ല പാടത്തോ പറമ്പിലോ പോയി കളിക്ക്. ഇവിടെ നിന്ന് ഒക്കെ കേറിനിറങ്ങി നശിപ്പിക്കും. വീട്ടിലേക്ക് തന്നെ പോവാ. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയില്ലല്ലോ. അച്ഛൻ വരുമ്പോ കാണുകയും ചെയ്യാ. ആ, നമുക്ക് കൊന്ന പൂത്തുന്നു നോക്കാം. പോവാം. ഇതിനുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്താ കേസ്? മറക്കാൻ പറ്റാത്ത മുഖം. FR എന്നിട്ടും കണ്ട് ഉണ്ടാക്കി തീർന്നിട്ടില്ല എന്നൊരു ഒറ്റ പറച്ചല. നമ്മളെ വക്കീലും വിട്ടില്ല കേട്ടോ. ഇംഗ്ലീഷിൽ മുറുക്കി പിടിച്ചു. പക്ഷേ ജാമ്യാപേക്ഷ തള്ളിയിട്ട കുട്ടിയെ. ഇത് എത്രാമത്തെ വട്ട ഇല്ലാത്ത കാശും കൊടുത്ത് ഈ വരാന്തേ കിടന്ന് നിരങ്ങണത്. ഇതൊന്നും കാണാൻ ഇവിടെ ആരുമില്ലേ? ആ, വക്കീല് നാളെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കോടതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും വാങ്ങി തരുമായിരിക്കും. അപ്പോ കാശ് അത്ര പ്രധാനമല്ല എന്നർത്ഥം. ഈ സ്നേഹവും ഈ അടുപ്പവും ഈ പരസ്പര ധാരണയൊക്കെ വന്നാ പിന്നെ കാശൊരു പ്രശ്നമല്ലല്ലോ. എന്താ ശോഭയ്ക്ക് മനസ്സിലായോ? ഹൈ, ഇരിക്കുന്നേ. എന്തിനാ വിവരദോഷീനെ ഇങ്ങനെ കൊണ്ടുനടക്കണേ? അയാളെ പോയി പറഞ്ഞു വിട്ടിട്ട് വാ. ഇന്ന് ഞായറാഴ്ചയല്ലേ, അയാൾ പള്ളിയിൽ പോയി കുമ്പസാരിക്കട്ടെ. എനിക്കാണെങ്കിൽ ഇന്ന് ഒഴിവും. ഉച്ചതിരിഞ്ഞ് ഞാൻ കാറിലെത്തിച്ചേരാം. ഹൈ, നമുക്ക് ഈ ആഴ്ച തന്നെ ജില്ലാ കോടതിയിൽ ജാമ്യം മേടിക്കാമേ. ആ കാര്യം ഞാൻ ഏറ്റു.
എന്തുട്ടാ കുട്ടിയെ വല്ല രക്ഷയുണ്ടോ? ജാമ്യം കിട്ടുമോ? നീ ചെയ്തിട്ടില്ലല്ലേ? എങ്ങനെയാടാ നീ രാഘവേട്ടനെ കൊന്നത്? അറിയില്ല. നിനക്കറിയില്ലല്ലേ? പറയടാ. എനിക്കറിയില്ല. കഴിവുള്ള ഒരാളാന്ന് വെച്ച് ക്ഷമിച്ചപ്പോ തലേ കയറിയിട്ട് നിരങ്ങ അയാൾ ചെയ്തത്. ഇപ്പൊ തന്നെ ഒരു വലിയ സംഖ്യ കമ്പനിക്ക് കടായിട്ട് കൊടുക്കാനുള്ളത്. അതിനും പുറമെ പോലീസുകാരുടെ മിരട്ടലും ചോദ്യം ചെയ്യലും. 10-25,000 രൂപ വിലയുള്ള ടൂൾസാ തൊണ്ടിയാന്ന് പറഞ്ഞ അവര് കൊണ്ടുപോയത്. തീർത്തു കൊടുക്കാനുള്ള പണി ഇനി അയാൾ വന്ന് ചെയ്തു തരുമോ? സമയത്തിന് കൊടുത്തില്ലെങ്കിൽ ലക്ഷങ്ങളാ കമ്പനിക്ക് നഷ്ടം വരിക. 10 പൈസ ഇവിടുന്ന് തരില്ല എന്ന് മാത്രമല്ല, കിട്ടാനുള്ള കാശ് തിരിച്ചു പിടിക്കാൻ കേസ് കൊടുക്കാനാ തീരുമാനം. പണം ചോദിച്ചു വന്നെടുക്കണു. 8 കൊല്ലം പണിയെടുത്ത സ്ഥലല്ലേന്ന് കരുതിയേ വന്ന്. ആ കുട്ടിക്ക് ഇഷ്ടണ്ടായിട്ടല്ല, ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ. ചെയ്യാത്ത തെറ്റിനെ പിടിച്ചുണ്ടോയത്. ജാമ്യം കിട്ടിയ രഘു എന്നെ എല്ലാം തിരിച്ചു വരും. എങ്ങനെങ്കിലും ഒന്നും പറ്റില്ല. പിന്നെ
തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയാൻ താനാരാ പോലീസാ? തനിക്ക് എന്താണ്ടോ ഇതില് കാര്യം? തന്റെ ആരാ ഇവര്? ഒരു മനുഷ്യനെ സഹായിക്കാൻ ബന്ധം കുന്തൊന്നും വേണ്ടോ? ഇതെന്റെ മോളാ ഇന്ത്യയെ. തന്നെ ആരുണ്ടോ ഈ ചരമുട്ടിമ കയറ്റിയിരിക്കേ? കണ്ണി ചോരില്ലാത്ത ജന്തുക്കള്. ഒറ്റക്കിടന്ന് ഉറങ്ങാ പൊന്നുമോള്. നേരം വെളുത്തിട്ട് ആലസ്യം കൊണ്ട് വിടണില്ലല്ലേ? നല്ല മുതല്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേണ്ടതുണ്ട്. പിന്നെ ആവട്ടെ. SIക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 4 മണിക്ക് ഒന്നങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി വരിക. ചോദ്യം ചെയ്യാനാവും, സാക്ഷികളില്ലാക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാനും ഒപ്പം വരാം. പേടിക്കാനൊന്നുമില്ല. പിന്നെ ജാമ്യം നിൽക്കാൻ ഉണ്ണിയാര് സമ്മതം മൂടിയിട്ടുണ്ട്. ആ ദേവികമ്മേനെ അങ്ങേർക്ക് പേടി. പിന്നെ ഇവിടുത്തെ ആധാരം വെച്ച് കുറച്ച് പണം എടുക്കാം. ഇരക്കാൻ നടക്കണ്ടല്ലോ. കുറച്ച് പണം ഞാനും കൊടുക്കാം. ഒക്കെ ശരിയാവുന്നേ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? ആധാരം കിട്ടില്ല, കടത്തിലാണ്. നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ കടങ്ങളൊക്കെ ഞാൻ മറച്ചു വെക്കായിരുന്നു. ശോഭനോട് പൊറുക്ക്. എങ്ങനെങ്കിലും ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ ഒക്കെ ശരിയാക്കി എടുക്കായിരുന്നു. കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്ന പറയണ. ശോഭ, മക്കളെ കാണാണ്ട് കഴിയണില്ല. അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവരോട് പറയണം. വേഗം വരുമെന്നും. ഉള്ള സമയം സങ്കടപ്പെട്ട് കളയാ. കരയല്ലേ കുട്ടികളെ? കുഞ്ഞിന് വലുതായിട്ട് ആരാവാനാ ഇഷ്ടം? ഞാൻ പഠിച്ചു വലുതായി തമ്മിൽ പുലിയാം. അച്ഛനെ തല്ലിയതൊക്കെ വെടിയിച്ചു. കിങ്ങിനെയോ? ഞാൻ മന്ത്രിയാവും. എന്നിട്ട് അവരെന്നെയൊക്കെ തൂക്കിക്കൊല്ലും. ശരിയാ, നമുക്ക് അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. അസത്തുക്കള്. ചേച്ചി ഇപ്പൊ വരാട്ടോ. എന്തായി, അവര് വന്നോ? ഒരു നിപ്പ് എന്നെ നിപ്പ്. SI ഉച്ചുറക്കത്തിലാത്ര. ശോഭേച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോ വിഷമാ തോന്നണേ. അതിന്റെ പ്രകൃതി അങ്ങോട്ട് മാറിയെടുക്കണോ? ഇത് കഴിഞ്ഞാ ഒന്നുകൂടെ ഡോക്ടറെ കാണിക്കേണ്ടി വരൂട്ടാ. എങ്ങനെയാ താങ്ങാൻ പറ്റണേ? എലാപ്പം കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒക്കെ പ്രശ്നമായിരുന്നു. ചെങ്ങായി സ്നേഹമുള്ളവനാ. എന്റെ അമ്മ തന്നെയാ. പൂത്ത കാശ് സ്വർണ്ണം ഒക്കെ ഉണ്ട് പെട്ടിയില്. അടുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. മുത്തശ്ശൻ ജാമ്യം നിൽക്കണമെന്ന് കേട്ടപ്പോ തുടങ്ങിയതാ വഴക്കും വക്കാണോ. ദാ അവിടെ പശുവിനെത്തിയിട്ടുണ്ട്. കാല് മാറിലിട്ട കാർന്നോരേന്ന് ഇപ്പോഴും പറഞ്ഞിട്ടാ വരണേ. മാറില്ലായിരിക്കും. മാറൂ. ആന്റിപ്പൻ അങ്ങോട്ട് നിന്നൂടെ? ഇത്ര വീരമുള്ളവരെ പിടിക്കാൻ പോണോ? നികുതി അടയ്ക്കണ ആളാ അവന്റെ പെണ്ണെ. കോളേജ് പഠിക്കണ കിടാവാ. എന്താ അറിയാം നിനക്ക്? നിന്റെ തലയിൽ പിണ്ണാക്കട്ടാ. ഇനി നിന്റെ കല്യാണം അങ്ങോട്ട് നിശ്ചയിക്കും. നമ്മളും അങ്ങോട്ട് ഓടിപ്പോവും. കാലം കുറെ കഴിഞ്ഞാ 4 ചക്ര ഉണ്ടാക്കി ചട്ടയും കലവും 10 കുട്ടികളൊക്കെ ആയിട്ട് ഒരു കഷ്ണം ഭൂമിയും വാങ്ങി നാട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു വരും. അപ്പോ അച്ഛൻ വീട്ടുകാരും കെട്ടാൻ നിന്നോനും പകരം ചോദിക്കാൻ വരും. അപ്പൊ കാണാന്റെ പണ്ട് പേടിയാവണു. നമുക്ക് തിരിച്ചു വരണ്ട, എവിടെയെങ്കിലും അങ്ങോട്ട് കഴിയാം. ചെറ്റേ, പുള്ളോപ്പാട്ടിലെ പെൺകുട്ടിയെ കൊണ്ട് പാർപ്പിക്കാനും മാത്രം വളർന്നു. ഞങ്ങൾ കൂട്ടിയാ പറ്റാത്ത പണിക്ക് നിൽക്കേണ്ട ഉണ്ണേട്ടാ. കണ്ടല വേദനയാണ് കൂട്ടാ. വെറുതെ ദേഹളക്കാണ്ട് പൊക്കോട്ടാ. മതി മതിയുടെ കമ്പനെ. എന്നിട്ട് ഇനിയും ജാമ്യക്കാരുണ്ടാക്കാൻ ഇളയപ്പം നടക്കണം. ഞങ്ങൾ പുലിവാല് ജീജനം ഞാനൊന്നും ചെയ്തിട്ടില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഉറപ്പാ. അതാണ്ടപ്പൻ ഉറപ്പ് പറഞ്ഞു. ഉറപ്പാ. എന്റെ ഒരു കല്യാണം പഴി ചവിട്ടി കൊന്നു ഞാൻ. ഇയാളിത് എന്തൂട്ടോ ഒന്ന് പറഞ്ഞ രണ്ടിന് കൊല്ലൂട്ടാന്ന് പറഞ്ഞേ. ഒന്നെന്നെ കഴിഞ്ഞെന്റെ കോലം കാണില്ലായിരിക്കോ? വാ, നിങ്ങൾ പേടിക്കണ്ടട്ടാ. ഇതൊക്കെ തമാശക്കളിയാ.
ഇനി ഇളയപ്പന്റെ ഒരു കളിയും കൂടി ഉണ്ടാവും. അതൊക്കേമാവുക. നായിന്റെ മോളെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റണില്ലല്ലേ? ജാമ്യം എടുക്കാൻ നടക്കണ്. നീ ഇനി അവന്റെ ഒപ്പം പൊറുക്കണ ഇരിക്കുന്ന കാണണം. ഞങ്ങളുടെ രാഘവേട്ടന്റെ കണ്ണു വെട്ടിച്ച് കടന്നോളല്ലേടി നീ. ഒരു പ്രേമം നിന്നെയൊക്കെ 10നും 15നും ബസ് സ്റ്റാൻഡിൽ കിട്ടുന്ന കോലത്തിലാക്കിയില്ലെങ്കിൽ ഞാൻ ഈ തൊപ്പി വിടുന്നതിന് മുമ്പിൽ വെക്കും. ഒരു ശീലാവധി വന്നിരിക്കുന്നു. എന്താ നീ നോക്കി പഠിപ്പിക്കുന്നോ? ഇറങ്ങി പോടി. അവിടെ ഒരു മുതലക്കണ്ണീര്. മോളെ മോളെ കരയില്ലേ? ആ ശവിയോട് 4 വർത്താനം പറയാൻ നമുക്ക് സമയം വരും. ഇല്ലെങ്കിൽ കർത്താവ് ചോദിച്ചോളും. വാ, തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടാം. വാ. ഉള്ളോപ്പാടിയിലെ കുട്ടി ചക്കാട്ടണ പറയുന്ന സംബന്ധം കൂടെ ഒന്ന് കഴിഞ്ഞാൽ എന്താ വിചാരിച്ചാൽ ഇവിടെ പിണ്ണാക്കെട്ടിനോട് ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. ഡാൻസ് കുഴച്ചിലായിട്ട് നടക്കുമ്പോ തന്നെ തോന്നിണ്ട്. ആരാടി നിന്റെ കാമദേവൻ? തത്വവും അച്ഛനാ ഇവക്ക് വളം വെച്ച് കൊടുത്തത്. നീ ഇനി പുറയ്ക്ക് പുറത്തിറങ്ങിയ കൊല്ലും ഞാൻ. കൊന്നു കുഴിച്ചു കൂടും മുന്നിന്ന്. ഓദ്യ പ്രസംഗി. ഇതെന്തോറ്റ പറ്റിക്ക് വിഷളയോ? ഇതെന്താണ്ടായേ? ഇതെന്താ കാര്യം? ഇവിടെ പല കാര്യങ്ങളും ഉണ്ടാവും. താനാരാ? പുള്ളോപ്പാടിയിലെ സ്വത്തും പണവും കണ്ട് ലോഹ്യം കൂടാൻ വന്നാൽ മോഹത്താട്ടും. തന്റെ ചെക്കന് മോഹിക്കാൻ എന്റെ മോളെ കണ്ടുള്ളൂ. ഈ സ്വത്തും പണവും കണ്ട് ഭരിക്കണ്ട. അതിന് നിന്റെ തണ്ട സമ്പാദിക്കണം. എല്ലാം പോണ പുറത്ത്. ഇതെന്തോട്ടിന് എന്റെ തന്താനെ പറയണേ? അത് പള്ളി സെമിത്തേരിൽ സ്വസ്ഥായിട്ട് കിടന്നോട്ടെ. കാര്യങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിച്ചാ പോരെ. ചത്തുപോയവരൊക്കെ വിളിച്ച് സാക്ഷ്യം പറയാൻ സമയം എടുക്കേ. എന്റെ ദേവ്യം എന്തൊട്ടുണ്ടായേ? ഇറങ്ങി പോവാൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ മുറ്റത്ത് ചവിട്ടാനുള്ള യോഗ്യതയുണ്ടോ നിങ്ങൾക്ക്? എന്തുണ്ടായെന്ന് ചെക്കനോട് പോയി ചോദിക്കും. കുട്ടിയെ ആന്റപ്പം ഉണ്ടാവും അവിടെ. എന്താ ഉണ്ടായേ? പക്കാലത്ത് പറയാൻ വന്നിരിക്കണു. നോക്കി രസിക്കുകയാണല്ലേ? നീയും കൂടെ ഒത്താശ ചെയ്താ അവർ ഒളിച്ചോടി പോവാൻ നിന്നത്. ഒളിച്ചോടി പരിചയമുള്ളവരാണല്ലോ. നിന്റെ അടുത്ത് കാട്ടവും കുത്തും പഠിപ്പിക്കാൻ വിട്ട് എന്നെ പറഞ്ഞാ മതി. അവനോ വീണ കുഴിയിൽ വീഴ്ത്താൻ ഇന്റെ മോളെ കിട്ടില്ല. വാതിലും കൂട്ടിട്ട് എവിടെ പോയി കിടക്കാ? പ്രേമം മരണം പോലെ ബലമുള്ളതും പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ. നദി അതിനെ മുക്കിക്കളയില്ല. ഒരുത്തൻ തന്റെ ഗൃഹത്തിലുള്ള മുഴുവൻ സമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. അപ്പൊ കളി മൂത്തേർക്കണം. കിടാവ് വളർന്ന് ബുദ്ധിയും വിവരൊക്കെ ആയപ്പോ ഇളയപ്പനൊരു വട്ടം വരച്ച് നിർത്തിയല്ലോ എന്റെ കർത്താവേ. തെണ്ടിത്തിരിഞ്ഞിങ്ങോട്ട് വരട്ടെ, പുറം പൊളിക്കും ഞാൻ. ഇതാ ജോലി പോണ കേസാണ്. ആദ്യത്തെ മാസം ശരിക്കും അടച്ചു. പിന്നെ ഒരു പൈസ പലിശയിലേക്കോ മുതലിലേക്കോ അടച്ചിട്ടില്ല. വക്കീൽ നോട്ടീസ് അയക്കാൻ ബോർഡ് തീരുമാനിച്ചപ്പോ ഒന്ന് വന്നതാ. ആ കാശിന് കിട്ടാമുള്ളതെന്ന് എനിക്കറിയാം. എന്നാ ഭൂമി വില കെട്ടി കമ്പനി എടുക്കുകയോ വിൽക്കുകയോ ചെയ്തോട്ടെ നിൽക്കാൻ നല്ലത്. വേറൊരു സ്ഥലം കിട്ടുന്നവരെ വാടക നിശ്ചയിച്ച് വേണമെങ്കിൽ ഇവിടെ താമസിച്ചോളൂ. പറയണേല് വിഷമം തോന്നരുത്. ഇല്ല ഒഴിയണച്ചൊഴിഞ്ഞോളൂ. ഒന്ന് ആലോചിച്ച് വേഗം വരം തരണം. എന്നെ വലക്കരുത്. എന്ത് വില കിട്ടും? ഇപ്പൊ ഭൂമിക്ക് വലിയ വിലയില്ലാത്ത കാല. തട്ടിക്കഴിച്ചു നോക്കിയാ പലിശയും മുതലും കഴിഞ്ഞ് കാര്യമായിട്ടൊന്നും വരാൻ സാധ്യതയില്ല. രാത്രി ഉണ്ടായിരുന്നേ. ഈ ചെക്കൻ എങ്ങനെ പറയാണ്ട് എനിക്ക് പോയാവോ? ശവി കക്കൂസിലൊക്കെ നോക്കിയാ? അവിടെ നീയൊക്കെ കിടന്നുറങ്ങാറ് ഊര്യ. എന്റെ കുട്ടി ഇതിലെങ്ങാനും പോണ കണ്ടോ? ജിജി എവിടെയും കാണുന്നില്ല.
തിരഞ്ഞു നടക്കാൻ ഒരു സ്ഥലമില്ല. എന്റെ ആന്റപ്പനും കാണാനില്ല. ചെറ്റേ നിന്നെ ഞാൻ കൊല്ലൂടാ. വിഷമിക്കണ്ടോ? രണ്ടിനും ഞാൻ എവിടെയാണെന്ന് വെച്ച് പോയി കൊണ്ടുവരാൻ ഉണ്ണിയായിരേ. ഉണ്ണിയായിരേ തളർച്ചയാ, ഇത്തിരി വെള്ളം ഇട്. വേഗം ഉണ്ണിയായിരേ ഉണ്ണിയായിരേ ഉണ്ണിയായിരേ. പൈസ എഴുതി വെച്ചാ മതി, വേഗം തന്നെ തരണ്ട്. ആയിക്കോട്ടെ മോളെ, അത്യാവശ്യത്തിന് എന്ത് വേണ്ടി വന്നാലും ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് വയ്ക്കോ. കുഞ്ഞു പൈതങ്ങള് പട്ടിണിക്കിടരുത്. ഡാൻസ് ക്ലാസ് നിന്നു എന്നറിഞ്ഞു. ശിക്ഷിക്കുമ്പോ പടച്ചോൻ പൊതിരെ ശിക്ഷിക്കും. ഒക്കെ ശരിയാവും. ചേർച്ചാരെ കോടതി കൊണ്ടുപോകുമ്പോ ജീപ്പിന്ന് ചാടുന്നാ പറയണേ. തല്ലി ചാച്ചതാ, ചോര ചർത്തിച്ച് ആസ്പത്രിയിലെ ജയിൽ വാട്ടിലാ. ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ആൾക്കൊരു കുഴപ്പമില്ല. ഒന്ന് വീണതിന് ഇവിടെ കിടന്ന് ഭൂമിയിൽ കൊണ്ടാക്കണ്ട. മാറി മാറി. കണ്ടോ കിടക്കണത്? എന്റെ രേഖോട്ടിന് എന്തെങ്കിലും പറ്റിയാല് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. സ്റ്റേഷന്റെ മുമ്പിൽ വന്ന് കഴുത്ത് മുറിച്ച് ചാവും ഞാൻ. ഇതിനെന്താ പ്രാന്തുണ്ടോ? പിടിച്ചോണ്ട് പോകുന്നുണ്ടോ ഇവിടുന്ന്? നോക്കിക്കാണ്ട് പിടിച്ചോണ്ട് പോണോ? കൊണ്ടുപോണോ എങ്ങോട്ടാന്ന് വെച്ചാ നാജം. എന്തൊക്കെയാണ് ചെയ്യാ? അല്ല, ഇതാര്? കെട്ടിലമ്മയോ? ഒടുവിൽ ഈ തറവാട്ട് പഠിക്കല് നീ വന്നൂല്ലേ? ഒരു തരി മണ്ണ് സ്വന്താക്കിയപ്പോ തന്നെ നിലമർന്ന് തന്നെ ഇറക്കി വിട്ടവനെ എവിടെടി? എന്നെയും കുട്ടിയോടെ സഹായിക്കണം. ഒരു നിവൃത്തിയില്ലാണ്ട ഈ പടിക്ക് വന്ന് യാചിക്കണം. ചെക്കോട്ട ആശുപത്രിയില. ചികിത്സ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. ജാമ്യം നിന്നൊന്ന് പുറത്തിറക്കി തരണം. കടായിട്ട് മതി. ഏട്ടാ, ചെക്കോട്ടൻ ആരെയും കൊന്നിട്ടില്ല. ഒക്കെ കള്ളക്കേസാ. കൊന്നിട്ടില്ലേ? പാവം പോലീസുകാർ കള്ളം പറയാ. കണ്ടോ, അവൻ കുറ്റം ഏറ്റു പറഞ്ഞു. ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനെന്ന് വ്യാജേന വിളിച്ചോണ്ട് പോയി ആരും കാണാത്തെടുത്തിട്ട് വെട്ടിയും കുത്തിയും കൊന്നൂന്ന്. എന്നിട്ട് ബാറി കയറി മൂക്കത്തും കുടിച്ച് വീട്ടിൽ വന്ന് സ്വസ്ഥായി കിടന്നുറങ്ങിയെന്ന്. അവനെ ജാമ്യത്തിലെടുക്കാൻ തറവാട്ടിൽ പറഞ്ഞ ഞാൻ പോണല്ലേ? വേണ്ട, ഇനി ആരും സഹായിക്കണ്ട. ഇങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി ഈ പടിക്ക് വന്ന് യാചിച്ചതിന് ക്ഷമിക്ക. പോണോ?
കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടുപോയുള്ളൂ കോടതിയിലേക്ക്. ചാവാനുള്ള സൂക്കേടൊന്നും ഇല്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ കുട്ടിയെ? കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ കിട്ടും പഴംതുണിക്കെട്ട് പോലൊരു മുതലിനെ. പിന്നാലെ നടന്ന് ഉള്ള കാശ് കളയാണ്ട് ആ കുട്ടിയോളെ പോറ്റാൻ നോക്ക്. ഉപദേശമൊന്നും വേണ്ട, മനസ്സിലായോ? ഓ, ഇതിന്റെ കാര്യവും പോക്ക. കുട്ടികളുടെ ഒരു ഗതിയേ. ഇല്ല, അങ്ങനെ ഒരു ഗതി വരില്ല. നിനക്കൊന്നും തട്ടിക്കളിക്കാൻ നിന്റെ കുട്ടികളെ വിട്ടുതരില്ല ഞാൻ. ഞാനങ്ങോട്ട് വരായിരുന്നു. അപ്പൊ എന്താ തീരുമാനം? നാളെ വന്നോളൂ, ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ഏർപ്പാട് ചെയ്യാം. ആ, അപ്പൊ പേപ്പറൊക്കെ ശരിയാക്കിട്ട് വരാം. ആധാരം എന്റെ കയ്യിലുണ്ടല്ലോ. അല്ല, വീട് ഒഴിയാണോ അതോ വാടക നിശ്ചയിച്ച്? ഒഴിയാണ്. കുഞ്ഞാവാ, അമ്മ വന്നു. പോരെ പതുക്കെ. എന്താ അച്ഛൻ വരാത്തെ? നാളെ വരും. എന്താ ജാമ്യം ശരിയായോ? ഉം. ഹാവൂ, പടച്ചും തുളച്ച്. വാ. ചേർച്ചേരെ, ഞാൻ ആ ടി വി എടുത്താലൊന്നും ആലോചിക്കുക. കമ്പനിയൊന്നും ഒരു സൗകര്യം തരുന്നില്ല. കാശൊന്നും വേണ്ട, ഞാനത് കൊണ്ടുപോയിക്കോളാം. നാളെ വന്ന് ഊരിക്കൊണ്ടുകൊള്ളൂ. എന്നോട് വിഷമൊന്നും തോന്നല കേട്ടോ. ഇല്ല. അയ്യോ, ടി വി ഉണ്ടാവോ? വേണ്ടമ്മേ. കൊണ്ടുപോയിക്കോട്ടെ കുഞ്ഞാ, നമുക്കിനി ടി വി ഒന്നും വേണ്ട. അച്ഛൻ വന്നാ മാത്രം മതി. അയ്യേ, ഈ അമ്മ എന്താ കാണിക്കണേ? ഇതിൽ വെള്ളമില്ല. കിങ്ങിണി, കുഞ്ഞിനെ തോർത്തി കൊടുക്ക. നമ്മൾ ഇങ്ങോട്ടാ പോണമേ? അമ്പലത്തിൽ തൊഴാൻ. എന്താ അമ്പലത്തില്? അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണ്ട നമുക്ക്? ഈശ്വര, സമസ്താപരാധങ്ങളും പൊറുക്കണേ. എന്താ കരയണേ? എനിക്കറിയില്ലട്ടോ മുത്തേ. നമുക്കാർക്കും ഇനി കരയണ്ടല്ലേ? സത്യം സത്യം. മാറിക്ക് കുട്ടിയെ, ദായി കുഞ്ഞൻ. വന്ന് ഭക്ഷണം കഴിച്ചോളൂ കുഞ്ഞാ. കിങ്ങിണി വാ. ഒറ്റ മിനിറ്റ് അമ്മേ, നാളെ കൊണ്ടുപോകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കണ്ടോളൂ കേട്ടോ.
അമ്മ എന്താ ചോറുണ്ടാത്തേ? ഞാൻ പാല് കുടിച്ചോളാം, അമ്മയ്ക്ക് അത് മതി. പറ്റില്ല, ഒരു ഉരുളെങ്കിലും. എന്തേ അമ്മ പിന്നെ എങ്ങനെയുള്ളൂ? എനിക്ക് മതി, എനിക്ക് മതി. അമ്മയുടെ കൈകൊണ്ട് ഒരു ഉരുള എന്റെ പൊന്നുമക്ക്. എനിക്കും വേണം. രണ്ടാക്കും തരാട്ടോ. മോനെ പാല് കുടിച്ചിട്ട് മോള് കൈ കഴുകിട്ട് വാ. മോനെ, അമ്മ പാല് തരട്ടെ? അയ്യേ, രസമേ ചേർത്തു. എന്നാ എനിക്ക് വേണ്ട. കുടിക്കുക എങ്ങനെ? അമ്മയ്ക്ക് സങ്കടാവണ്ട. മരുന്നിന്റെ ചൂര് കുടിച്ചോളൂ, അമ്മയ്ക്ക് ഇതേ തരാനുള്ളൂ. അമ്മേ, തല കേട്ടണോ അമ്മ? ഉറക്കം വന്നിട്ടാ? മോൾക്കും തല ചുറ്റുന്നുണ്ടാവൂലേ? അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിക്കോളൂ. അച്ഛാ, ശോഭേ, കരയണ്ട. അയ്യേ. ഇതാ കുട്ട. വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ച ഒഴിവാക്കാൻ
അവയ്ക്ക് സമ്പൂർണ്ണ സ്വയംഭരണം നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പ്രസ്താവിച്ചു. ഗൺമാൻ വധക്കേസിലെ യഥാർത്ഥ പ്രതി പോലീസിന്റെ വലയിൽ അകപ്പെട്ടു. ഇതോടെ ഗൺമാൻ രാഘവൻ നായർ കൊലപാതകത്തിന്റെ അന്വേഷണം വേറൊരു വഴിത്തിരിവിലെത്തിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. കണ്ണൂരിൽ നിന്നും ജലാറ്റിൻ സ്റ്റിക്കുകളോടെ അറസ്റ്റ് ചെയ്ത ചിലരെ ചോദ്യം ചെയ്തപ്പോഴാണ് വധക്കേസിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമായത്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്തിരുന്ന രഘോത്തമനെ ഉടനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രത്യേക പത്രക്കുറിപ്പിൽ അറിയിച്ചു. മന്ത്രിക്ക് നേരെയുണ്ടായ പ്രേരിതമായ കൊലപാതകത്തെ പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. നമ്മുടെ മക്കള് കുട്ടിയെ, നമ്മുടെ ജയക്കുഞ്ഞിനെ വിട്ടുട്ടോ, നാളെ ഇവിടെ എത്തും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന്. മോളിലൊരാളുണ്ട്. ശോഭക്കുട്ടിയെ, ഇവറ്റകൾ ഉറക്കായോ? ലൈറ്റ് കത്തി കിടക്കണ്ടല്ലോ. എന്തായാലും വേണ്ടില്ല, ഈ കുട്ടികളുടെ പ്രാർത്ഥന നീ കേട്ടുല്ലോ. എന്റെ കർത്താവ് സ്തുതി ഉണ്ട് കേട്ടോ. ചതിച്ചോ മോളെ, ചതിച്ചോ, ചതിച്ചോ കർത്താവേ. മക്കളെ, മക്കളെ, എവിടെ എന്റെ ശോഭ മക്കള്? എല്ലാവരും ചേർന്ന് അവരെ കൊന്നു. രഘു, അച്ഛൻ വരാൻ കാത്തിരുന്നില്ലല്ലേ? അമ്മയുടെ
ശോഭക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഓർമ്മ വന്നപ്പോ തുടങ്ങിയുള്ള കരച്ചിലാ. ഇതാ ഇപ്പൊ വീണ്ടും ഒന്ന് മയങ്ങി. വിളിക്കില്ലാന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉണർന്നെണീറ്റാ എല്ലാം ഭേദാവൂത്രേ. നന്ദിയുണ്ട് ഒരുപാട്. ദൈവത്തിനാ നന്ദി പറയേണ്ടത് കുട്ടിയെ. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരെ തട്ടിത്തെറിപ്പിച്ചാലൊന്നും പോവില്ല. അത് അവിടെ നിന്ന് തരണതാ. അമ്മേ വഴക്കറല്ലേട്ടോ. കുഞ്ഞാ ശോഭേ, ഇനി എന്തൊക്കെയാ മോഹങ്ങൾ? ഒരു മോഹേ ഉള്ളൂ. ഇനിയുള്ള ജീവിതം മുഴുവൻ നമുക്കൊന്നിച്ച് ജീവിച്ചു തീർക്കണം, സന്തോഷായിട്ട്. അല്ല, അപ്പൊ പേടിയൊക്കെ മാറിയോ? ദേ കളിയാക്കണ്ടാട്ടോ.